കബീർ സാർ മ്യൂട്ടഡ് ആണ്. സോറി സർ, താങ്ക് യു ഫോർ നൈസ് ഇൻട്രൊഡക്ഷൻ, ഇനാഗുറൽ ഫംഗ്ഷൻ. അടുത്തതായി ഇനി ഇതിനകത്ത് വന്നിരിക്കുന്ന നമ്മുടെ JSC ലയൺസ്, നോൺ ലയൺസ് ആയിട്ടുള്ള മറ്റ് എല്ലാ സുഹൃത്തുക്കളെയും ഒറ്റ വാക്കിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തോളൂ. ഞാൻ ആദ്യം പറയാനത് വിട്ടുപോയി. നിബുദ്ദീൻ കൂടുതലേക്ക് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ സ്പീക്കറെ പരിചയപ്പെടുത്തുന്നതിന് ജയരാജ് എല്ലാർ അവരുടെ വളരെ ആദരവോടെ ക്ഷണിച്ചോളൂ. ജയരാജ് സാർ. അധ്യക്ഷൻ GLT കോർഡിനേറ്റർ MJF ലൈൻ കബീർദാസ്, ഉദ്ഘാടനം കഴിഞ്ഞ ബഹുമാനായ നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരം, നമ്മുടെ എല്ലാം ട്രെയിനർ PMJF ലൈൻ അജയകുമാർ സർ, ഇതിന്റെ കോർഡിനേറ്റർ ഫസലുദ്ദീൻ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള നമ്മുടെ സ്പീക്കർ മിസ്റ്റർ നിബു ജോൺ അവർ, റോറിംഗ് മൺഡേ എന്ന ട്രെയിനിങ് സീരീസിന്റെ 26ാമത് എപ്പിസോഡ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് സ്പീക്കറായിട്ടുള്ള മിസ്റ്റർ നിബു ജോൺ അവരുടെ ഈ സദസ്സിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം. ഫ്രീലാൻസ് സോഫ്റ്റ് സ്കിൽ ട്രെയിനറും മെന്ററുമായിട്ടുള്ള മിസ്റ്റർ നിബു ജോൺ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ നിന്നും പരിശീലനം നേടുകയും വ്യക്തിത്വ വികസനവും സോഫ്റ്റ് സ്കിൽ പരിശീലനവും നൽകുന്ന അംഗീകൃത ട്രെയിനർ, 12 വർഷത്തിലധികമായി പരിശീലകൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, പബ്ലിക് സ്പീക്കിംഗ്, ടൈം മാനേജ്മെന്റ്, ക്രിയേറ്റിവിറ്റി എന്നിവയിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയിട്ടുള്ള മിസ്റ്റർ നിബു ജോൺ ചെറുതും ഇടത്തരക്കാരുമായ സംരംഭകർക്ക് ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയിൽ കൗൺസിലിംഗും പരിശീലനവും നൽകി വരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമ ബിരുദം കരസ്ഥമാക്കിയ അദ്ദേഹം ധാരാളം സിഗ്നേച്ചർ പ്രോജക്റ്റുകളിലൂടെ വ്യക്തി മുദ്ര പതിപ്പിച്ച് 500-ലധികം പരിശീലന പരിപാടികൾ നടത്തിയ കോർപ്പറേറ്റ് ട്രെയിനർ, പ്രശസ്ത പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനർ മിസ്റ്റർ നിബു ജോൺസൺ അവരുടെ സവിനയം ഈ സദസ്സിന് പരിചയപ്പെടുത്തുന്നു. നന്ദി. താങ്ക് യു ജയരാജ് സാർ. ചെറിയ വാക്കുകൾ അദ്ദേഹത്തെ കുറിച്ചും പരിചയപ്പെടുത്തുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ബാക്കി അച്ചീവ്മെന്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാം വളരെ നീണ്ട നിര തന്നെയുണ്ട്. നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ നിബു ജോൺ സാറിന്റെ വാക്കുകളിലേക്ക് കിടക്കാം. നിബു ജോൺ സാർ, ദി ഫ്ലോർ ഈസ് യുവേഴ്സ് സർ. യു ആർ വെൽക്കം. Thank you, Kabir sir. So let me just share my screen. I have sent a request. Yeah. Apply. I hope my screen is visible. Yeah. So thank you once again, Kabir sir. ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കബീർ സാറുമായിട്ട് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു 1.5 മാസം മുമ്പാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, എല്ലാ മൺഡേസും നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരു സൗകര്യപ്രദമായ ഒരു ഡേറ്റ് ഇന്നത്തേക്കാണ് വന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. കാരണം ഞാൻ എപ്പോഴും ഈ ട്രെയിനിങ്ങിന് എന്നോട് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു മാസമൊക്കെ എനിക്കൊരു നോട്ടീസ് തരണം. കാരണം പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഓരോ ട്രെയിനിങ്ങും പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുകയും ഒരു വിഷയം 2-3 തവണയിൽ കൂടുതൽ ചെയ്ത് എനിക്ക് ബോറടിക്കും. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ടൈപ്പ്, അങ്ങനെ ഒരു പ്രൊഫഷണൽ ട്രെയിനർ അല്ല, ഒരു പാഷൻ കൊണ്ട് ട്രെയിനറായ ഒരാളാണ് ഞാൻ. അപ്പൊ ഇത് വളരെ ഇഷ്ടമായത് കൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ട്രെയിനിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ പറയുന്ന അവതരിപ്പിക്കുന്ന വിഷയം, ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് JCIയുടെ നാഷണൽ കൺവെൻഷന് ഒരു ട്രെയിനിങ് എടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് ഞാൻ അവതരിപ്പിച്ച ഒരു വിഷയമാണ് അത്. അതിനുശേഷം ഒരു വേദിയിൽ പോലും അവതരിപ്പിക്കുകയുണ്ടായില്ല. കാരണം ഇതൊരു പ്രൈമറിലി ഒരു ലീഡർഷിപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള, അത് സീനിയർ ലീഡർഷിപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് പിന്നീട് പല സ്ഥലങ്ങളിലും അത് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ഞാൻ ഏത് വിഷയം ഡീൽ ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ ഇത് ലയൺസിലെ അപ്കമിങ് ലീഡേഴ്സും എക്സിസ്റ്റിംഗ് ലീഡേഴ്സും ഒരുമിച്ച് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഈ ഒരു വിഷയം ഹാൻഡിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സബ്ജക്ട് തിരഞ്ഞെടുക്കുന്നത്, വിന്നിങ് വിത്ത് ഇഡിയറ്റ്സ് എന്ന് പറയുന്നത്. കാരണം ഒരു നേതൃത്വ സ്ഥാനത്ത് നിന്നിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊരു ടീമിനെ ലീഡ് ചെയ്യുന്നു, അവരുടെ കൂടെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ, ഇവരൊക്കെ എന്താ മണ്ടന്മാരാണോ, ഞാൻ പറയുന്നത് എന്താണ് ഇവർക്ക് മനസ്സിലാവാത്തത് എന്നുള്ള രീതിയിൽ നമുക്ക് പലപ്പോഴും തോന്നിപ്പോകാറുള്ള ഒരു കാര്യമാണ്.
ഇല്ല, നമ്മൾ ഒരു പ്രൊജക്ട് തീരുമാനിക്കുന്നു, ആൾക്കാരെ കൂട്ടുന്നു, ആ ടീമിനെ വെച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുന്നതൊക്കെ കറക്റ്റാണ്, എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടും ആൾക്കാരിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കാത്ത റെസ്പോൺസ് വരാണ്ടാവുന്നു. ഇവരൊക്കെ എന്താ മണ്ടന്മാരാണോ? ഏഹ് ഈ ഈ ഇഡിയറ്റ്സിനെ വെച്ച് ഞാൻ എങ്ങനെ ഇത് നടത്തും ദൈവമേ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള തോന്നലുകൾ നേതാക്കന്മാർക്ക് പലപ്പോഴും വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് അത് തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിഗംഭീരമായൊരു നേതാവാണ്. പക്ഷെ ഞാൻ ഒരു നോർമൽ ലെവലിൽ നമ്മൾ തോന്നുകയാണെങ്കിൽ പലപ്പോഴും ഇവർക്ക് എന്താ, ഞാൻ എപ്പോഴും ഈ പല സമയത്തും ഇതൊക്കെ ഒരു ട്രെയിനർ ആണെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു യൂസേജ് ഉണ്ട്. ലോകത്ത് 2 തരം മനുഷ്യരാണ് ഉള്ളത് എന്ന് ഞാൻ പറയാറുണ്ട്. അത് പലപ്പോഴും ഞാൻ ഈ പറഞ്ഞത് തെറ്റായിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ്, എങ്കിൽ പോലും കേൾക്കുമ്പോൾ രസമുള്ള കാര്യമാണ്. ഞാൻ പറയും, ലോകത്ത് 2 തരം മനുഷ്യരാണുള്ളത്. കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നവരും കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തവരും. 2 തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, പറഞ്ഞാൽ ഉടനെ മനസ്സിലാവും. ഇങ്ങനെയുള്ള 2 തരം ആൾക്കാരാണ് ഉള്ളത് എന്ന് പലപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട്. പക്ഷെ ഇതും റിഫ്ലക്ട് ചെയ്യുന്ന അതിലാണ്. അതായത് നമ്മൾ നേരത്തെ തന്നെ ഈ നമ്മളുടെ കീഴിലുള്ള ആൾക്കാർ, നമ്മൾ നയിക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നും അവർ ഇഡിയറ്റ്സ് ആണെന്നും വിചാരിക്കാനുള്ള ഒരു സാധ്യത ലീഡർഷിപ്പ് ജേർണിയിൽ, അതായത് പ്രത്യേകിച്ച് നമ്മൾ നേതാക്കന്മാരായി വളർന്നു വരുമ്പോൾ, താഴേക്കിടയിൽ നിന്ന് പതുക്കെ പതുക്കെ വളർന്ന് മുകളിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഇമ്മീഡിയറ്റ് അണികളുമായിട്ട്, അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള അണികളുമായിട്ട് ബന്ധം നഷ്ടമാകുന്ന അവസരത്തിലാണ് നമുക്ക് എപ്പോഴും തോന്നുന്നത്, ഇവർക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്, എല്ലാവരും മണ്ടന്മാരാണോ എന്ന് പറയുന്ന ഒരു സാധ്യത കൂടുതലുണ്ട്. അങ്ങനെയുള്ള മണ്ടന്മാരെ വെച്ച് ഒരു നേതാവെന്ന രീതിയിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പറയുന്ന ഒരു 45 മിനിറ്റ് നേരം ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മണ്ടന്മാരെ വെച്ച് നമ്മൾ എങ്ങനെ കാര്യങ്ങൾ നടത്തിയെടുക്കും എന്നുള്ളത് ഈ പലപ്പോഴും ടോപ്പ് ലെവലിലുള്ള നേതാക്കന്മാർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിലൊന്നാണ്. കാര്യം മനസ്സിലാവാത്ത ആൾക്കാരെ വെച്ച് നമ്മൾ എങ്ങനെ, കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരെ വെച്ച് എങ്ങനെ കാര്യങ്ങൾ നടത്തിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് നാച്ചുറൽ ഫോർ us to think too high of us and look down upon the rest as idiot. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ വളർച്ച നേടുമ്പോൾ, നമ്മൾ വളർച്ച പ്രാപിക്കുമ്പോൾ, നമ്മൾ ഇവോൾവ് ആകുമ്പോഴൊക്കെ നമ്മളൊരു സംഭവമാണെന്നും ബാക്കിയുള്ളവർ ബഹുഭൂരിപക്ഷ ആൾക്കാരും കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തവരാണെന്നും തോന്നാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതായത് അത് വളരെ സ്വാഭാവികമാണ്. കാരണം നമ്മൾ വളരുന്നു, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ കൂടുതൽ അറിവ് ആർജിക്കുന്നു, നമ്മൾ കൂടുതൽ പദവി ആർജിക്കുന്നു, നമുക്ക് കൂടുതൽ പവർ വരുന്നു, ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കര സംഭവമാണെന്നും മറ്റുള്ളവർ അത്ര ഇഡിയറ്റ്സ് വിഡ്ഢികളാണെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കില്ല, പക്ഷെ ജനറലി മറ്റുള്ളവർ അത്ര പോരാ എന്ന് തോന്നാണ്. ഞാനെപ്പോഴും എൻ്റെ ഓഫീസിൽ പിള്ളേർ എന്നോട് പറയാറുണ്ട്, നിബുച്ചേട്ടന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുച്ഛമാണ്, ആസ്ഥാന ഭാവം പുച്ഛമാണ് എന്ന് പറയാറുണ്ട്. അതായത് ലോകത്തിനെ കുറിച്ച് ജനറലി എൻ്റെ ഒരു അഭിപ്രായം പോരാ എന്നാണ് എന്ന് പറയാറുണ്ട്. എൻ്റെ പിള്ളേരെപ്പോഴും സ്ഥിരമായിട്ട് പറയാറുള്ള കാര്യമാണ്. ഇത് സ്വാഭാവികമാണ്. നമ്മൾ കാര്യങ്ങൾ വായിക്കുകയും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകുകയും നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപഴകുകയൊക്കെ ചെയ്യുമ്പോൾ ജനറൽ ആൾക്കാർ അത്ര, കാരണം കിടിലൻ ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് സാധാരണ ആൾക്കാർ പോരാ എന്ന് തോന്നുന്നത്. അത് മാത്രം, അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ അറിവ് കൂടുതൽ ആർജിക്കുമ്പോൾ നമ്മളുടെ സംഭാഷണ ശൈലിയും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുകയൊക്കെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് താഴേക്കടയിലുള്ള എൻട്രി ലെവലിലുള്ള, താഴേക്കട എന്ന് പറയുമ്പോൾ മേലേക്കട താഴേക്കട എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാർക്ക് ബുദ്ധിയില്ല, അവർക്ക് കാര്യങ്ങൾ അങ്ങോട്ട് എത്ര പറഞ്ഞാലും ഇവർക്ക് ഇത് മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ പ്രശ്നം അവരുടെ മാത്രമല്ല എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. കാര്യം മോസ്റ്റ് ഓഫ് ദ ടൈം ദ റിയൽ ഇഡിയറ്റ് ഈസ് അവർ സെൽസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ളവർ മണ്ടന്മാരാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ യഥാർത്ഥ മണ്ടൻ ഒരു പക്ഷേ നമ്മളായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു പോസിബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് ലോകത്തെല്ലാവരും നമ്മൾ പലപ്പോഴും എന്താ പറയാ, തീർത്ഥാടന സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും വിളിച്ചു കേൾക്കാറുള്ള ഒരു സാധനം ഉണ്ടല്ലോ, എൻ്റെ കൂടെ വന്നിട്ടുള്ള 99 ആൾക്കാർ വഴിതെറ്റി പോയിരിക്കുകയാണ്, അവരെ കാത്ത് ഞാൻ കമ്മിറ്റി ഓഫീസിൽ ഇരിപ്പുണ്ട് എന്ന് വെച്ചാൽ വഴിതെറ്റിപ്പോയത് ഞാനാണെങ്കിലും ബാക്കി 99 പേര് ഒരുമിച്ച് വഴിതെറ്റി പോയി എന്ന് വിചാരിക്കുന്ന രീതിയിലേക്കാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ഞാൻ പെർഫെക്റ്റ് ആണ്, ബാക്കിയുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ
ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷനും ഒരു സെൽഫ് റിഫ്ലക്ഷനും ഉള്ള ഒരു അവസരമായിട്ട് നമ്മളിത് കാണണം. കാരണം ഇത് വളരെ നാച്ചുറലാണ്. ഞാൻ ഈ സീനിയർ ലീഡേഴ്സ് നമുക്ക് ഒരുപാട് വർഷമായിട്ട് നമ്മൾ ഈ പല പ്രസ്ഥാനത്തിന്റെ കൂടെ വളർന്നു വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് നമ്മൾ അജയ്യരാണെന്നും നമ്മൾ ഭയങ്കര എന്നുവെച്ചാൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും. സെലിബ്രിറ്റീസിനെയൊക്കെ നമുക്ക് അറിയാം. ഇപ്പൊ ഞാൻ അഡ്വർടൈസിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പല സെലിബ്രിറ്റീസിനെ അവരുടെ തുടക്കകാലത്ത് പരിചയപ്പെടാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടാറുണ്ട്. അവര് വർക്ക് തുടങ്ങണ കാലത്ത് അപ്പൊ പരിചയപ്പെടുമ്പോഴേക്കും ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഭയങ്കര സ്നേഹത്തോട് നിൽക്കുന്ന ആൾക്കാർ 2-3 വർഷം കഴിഞ്ഞ് ഒന്ന് ഇതായി കഴിയുമ്പോൾ നമ്മൾ അറിയില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ ആൾക്കാർ മാറിപ്പോകുന്നതൊക്കെ വളരെ സ്വാഭാവികമാണ്. പക്ഷെ മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിയില്ല, മറ്റുള്ള ആൾക്കാർ പോരാ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ നമ്മളായിരിക്കും ബുദ്ധി ഉപയോഗിക്കാത്തത്, നമ്മളുടെ കഴിവുകൾ ഉപയോഗിക്കാത്തത് എന്നുള്ളൊരു പോസിബിലിറ്റി നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ദ റിയൽ ഐഡിയറ്റ്സ് മൈറ്റ് ബി അവർസെൽവ്സ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്ന ഡയറക്ഷൻസ്, വളരെ കൃത്യമായിട്ട് കൊടുക്കുന്ന ഡയറക്ഷൻസ്, കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു, അവർക്ക് കാര്യം മനസ്സിലായില്ല. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ ഗഹനമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു നേതാവെന്ന രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പ്രശ്നം ആരുടെയാണ് എന്നുള്ളത് വളരെ ഗഹനമായിട്ട് നമ്മൾ ആലോചിക്കണം. കാരണം ഇതെപ്പോഴും എനിക്ക് വളരെ ഇഷ്ടമുള്ള വേറൊരു ഒരു 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 ചെറിയൊരു യൂസേജ് ആണ്. എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറയുമായിരുന്നു, എൻ്റെ സ്ഥാപനത്തിലുള്ള ജീവനക്കാർ മുഴുവൻ കഴുതകളാണ്, ഒന്നിനും ഒരു ബുദ്ധിയില്ല, ഒന്നിനും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒക്കെ കഴുതകളാണ്, എന്താ ഞാൻ ചെയ്യുക എന്ന് എന്നോട് ഒരു സുഹൃത്ത് ചോദിച്ചു. ഈ ബിസിനസ് കോച്ചിങ് ഒക്കെ ഉള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാം മണ്ടന്മാരും എല്ലാം കഴുതകളാണ്, ഞാൻ എന്താ ചെയ്യുക സാറേ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഈ കോച്ചിന്റെ പണി എന്ന് പറഞ്ഞാൽ കാര്യം പറഞ്ഞു കൊടുക്കലല്ല, ചോദ്യം ചോദിക്കലാണ്. ചോദ്യം ചോദിച്ച് ഉത്തരം അവർ കണ്ടുപിടിക്കണം എന്നുള്ളതാണല്ലോ കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, അത് നിങ്ങൾ അവരെ ജോലിക്കെടുത്തപ്പോൾ തന്നെ അവർ കഴുതകളായിരുന്നോ, അതോ നിങ്ങൾ അവരെ ജോലിക്കെടുത്തതിന് ശേഷമാണോ അവർ കഴുതകളായി മാറിയത് എന്ന് ഞാൻ ചോദിച്ചു. ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് നിങ്ങൾ കഴുതകളെ ഇന്റർവ്യൂ ചെയ്ത് ജോലിക്കെടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം നിങ്ങളുടേതാണ്. നിങ്ങൾ കുതിരകളെ ജോലിക്കെടുത്തിട്ട് അവർ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നതിന് ശേഷം കഴുതകളായി മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും പ്രശ്നം നിങ്ങളുടേതാണ്. അപ്പോ പ്രശ്നം കഴുതകളുടേതല്ല, പ്രശ്നം കുതിരകളെ തെരഞ്ഞെടുക്കാൻ അറിയാത്ത ഒരാളുടേതാണ്, അല്ലെങ്കിൽ കുതിരകളെ ട്രെയിൻ ചെയ്യാൻ അറിയാത്ത ഒരാളുടേതാണ് അതൊരു ആക്ച്വൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്കറിയാം, നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഡയറക്ഷൻ കൊടുത്തു, പോയിന്റ് ബൈ പോയിന്റ് കാര്യങ്ങൾ കൊടുത്തു. ഇതൊക്കെ കൊടുത്തിട്ടും അവർക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ എവിടെയാണ് പ്രശ്നം എന്നുള്ളത് ഒരു നല്ല നേതാവ് എന്ന രീതിയിൽ, നല്ല ലീഡർ എന്ന രീതിയിൽ അനലൈസ് ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇഫ് സംതിങ് ഈസ് നോട്ട് വർക്കിംഗ് then സ്റ്റാർട്ട് വിത്ത് യുവർ സെൽഫ് എന്നാണ് പറയുക. അതായത് ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ ഈ മറ്റുള്ളവരെ ഡീൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മളിൽ നിന്നാണ് ഒരുപക്ഷെ നമ്മൾ തുടങ്ങേണ്ടത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് അറ്റ് ലിസണേഴ്സ് ടേം എന്നുള്ളതാണ്. ഒരു നല്ല ആശയവിനിമയം എപ്പോഴും ശ്രോതാവിന്റെ നിബന്ധനകൾക്കനുസരിച്ചാണ് നടക്കേണ്ടത്. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ നിബന്ധനകൾക്കനുസരിച്ചല്ല കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്, ശ്രോതാവിന്റെ നിബന്ധനകൾക്കനുസരിച്ചാണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. അതായത് കേൾക്കുന്ന ആൾ തീരുമാനിക്കും, അല്ലെങ്കിൽ അവരുടെ ലെവൽ തീരുമാനിക്കും ഏത് രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത്. നഴ്സറി സ്കൂളിലെ കുട്ടികൾക്ക് നമ്മൾ പോയി ക്വാണ്ടം തിയറിയുടെ ക്ലാസ് എടുത്തിട്ട് അവർക്കത് മനസ്സിലായില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ പ്രശ്നം നഴ്സറി സ്കൂൾ കുട്ടികളുടെ അല്ല, പറയുന്ന ആളുടെ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഒരു നേതാവെന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ കീഴിലുള്ള അണികൾ ഏത് തരം ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കി ആ തരത്തിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഓൾവേസ് ഹാപ്പൻ അറ്റ് ദ ലിസണേഴ്സ് ടേം. ഇത് നമ്മൾ
ബഹുഭൂരിപക്ഷം ആൾക്കാരും ഞാൻ ഈ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നാളെ ഞാൻ പുറത്തിറങ്ങിയ ആൾക്കാരുടെ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന മിസ്റ്റേക്കാണിത്. കാരണം ഞാൻ എൻ്റെ ലെവലിൽ നിന്ന്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ആണ് ഇത് ഞാൻ എപ്പോഴും എനിക്ക് ഒരു ഭയങ്കര രസകരമായ ഒരു അനുഭവം എഗെയിൻ ഉള്ളത്, നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമല്ലോ. അത് നമ്മളെപ്പോഴും പറയും പലതരം ഇന്റലിജൻസുകളുണ്ട്. അതിലൊരു ഇന്റലിജൻസ് ആണ് സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സ്പേസിനെ ഒരു മനസ്സിലാക്കാനുള്ള കഴിവ്. അതായത് ഒരു വഴി പറഞ്ഞു കൊടുത്താൽ കേട്ട് കൃത്യമായി എത്താനുള്ള കഴിവ് എല്ലാവർക്കും ഇല്ല. ചില ആൾക്കാർ 50 തവണ വിളിക്കും, ചില ആൾക്കാർ വെറുതെ ഇന്ന റോഡിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ബിൽഡിങ്ങിൽ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവർ വരും. അപ്പോൾ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ളവൻ അത് പെട്ടെന്ന് മനസ്സിലാക്കും. സ്പേഷ്യൽ ഇന്റലിജൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ എൻ്റെ ഒരു കീ സ്ട്രെങ്ത്തുകളിൽ ഒന്നാണ് സ്പേഷ്യൽ ഇന്റലിജൻസ്. കാരണം ഞാൻ ലോകത്തെ ഗൂഗിൾ മാപ്പ് രീതിയിൽ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ മുകളിൽ നിന്ന് മാപ്പ് പോലെ വെച്ച് ഇത് ഇങ്ങനെയാണ് ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഒരു പരിപാടിക്ക് ഇപ്പം എന്നെ വിളിച്ചാൽ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് ഞാൻ ഗൂഗിൾ മാപ്പ് എടുത്ത് ആ സ്ഥലം നോക്കി, അങ്ങോട്ടുള്ള വഴി നോക്കി, അതിന്റെ സാറ്റലൈറ്റ് വ്യൂ എടുത്ത് അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നോക്കി അതൊക്കെ ചെയ്യാൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് മാപ്പ് നോക്കി യാത്ര ചെയ്യൽ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് ഈ മാപ്പ് നോക്കാൻ ഒട്ടും അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ കാർ ഓടിച്ച് പോകുന്നു, ഭാര്യ സൈഡിലിരിക്കുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കി വഴി പറഞ്ഞു തരാൻ ഭാര്യയോട് പറഞ്ഞാൽ ആ യാത്ര അടിയിലേ അവസാനിക്കും. കാരണം എൻ്റെ വൈഫ് അതിനെ ഡീല് ചെയ്യുന്നത് എൻ്റെ വൈഫിന്റെ ടേംസിലാണ്. നിബുവിന്റെ കഴിവുകൾ വെച്ച് നിബുവിന്റെ ഭാര്യ ദീപ്തിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയുന്ന രീതിയിൽ വേണം ഞാൻ പെരുമാറാൻ. ഇപ്പൊ അതുകൊണ്ട് ഞാൻ അവരോട്, വൈഫിനോടായാലും മോളോടാണെങ്കിലും ഞാൻ മാപ്പ് നോക്കി വഴി പറഞ്ഞു തരാൻ പറയാറേ ഇല്ല. ആ കാര്യം അക്സെപ്റ്റ് ചെയ്തതോടെ യാത്രകളിലെ അടിപിടി ഭയങ്കരമായിട്ട് കുറഞ്ഞു. റോട്ടി പോണതിനോട് ചീത്ത പറയൽ മാത്രമേ ഉള്ളൂ, ഭാര്യനെ ചീത്ത പറയേണ്ടി വരാറില്ല. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ ലെവലിൽ വേണം അവരോട് കമ്മ്യൂണിക്കേറ്റ്. ഞാൻ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അയാളുടെ ലെവലിൽ വേണം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കമ്മ്യൂണിക്കേറ്റ് ഇൻ ദെയർ ടേംസ്, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, അവർക്ക് മനസ്സിലാവുന്നത്രയും സിമ്പിളായി. ഒരു തവണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലായില്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്ന് ചോദിച്ച് അത് മനസ്സിലാക്കി അവരുടെ രീതിയിൽ വേണം ഇത് ഉപയോഗിക്കാൻ. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഇപ്പോൾ ഓഫീസിൽ എൻ്റെ ഒരു ഓഫീസ് ബോയ് ഉണ്ട്. അപ്പോൾ ഓഫീസ് ബോയിന് എന്തെങ്കിലും കാര്യത്തിന് പറഞ്ഞു വിടുമ്പോൾ ഞാൻ ഫുൾ ഡയറക്ഷൻ കൊടുത്തിട്ട് അവനോട് പറയുന്ന ഒരൊറ്റ സാധനമുണ്ട്: മോനെ, നിന്റെ ബുദ്ധി ഉപയോഗിക്കരുത്, നീ ഈ പറഞ്ഞ സാധനം മാത്രം ചെയ്താൽ മതി. നീ ബുദ്ധി ഉപയോഗിച്ച് നീ എന്നെ സഹായിക്കാൻ ശ്രമിച്ചാൽ ഈ പരിപാടി കുളമാവും. അതുകൊണ്ട് ഡോണ്ട് യൂസ് യുവർ ഇന്റലിജൻസ്, ജസ്റ്റ് ലിസൺ ടു ദിസ് ആൻഡ് ഡു വാട്ട് ഐ ആം ടെല്ലിങ് യു. എന്നെ സഹായിക്കാൻ നീ ശ്രമിക്കരുത്, കാരണം എനിക്ക് വളരെ ക്ലിയർ ആണ്, അത് മതി, നിന്റെ ബുദ്ധി അവിടെ ഉപയോഗിക്കണ്ട എന്ന് അപ്പൊ എനിക്ക് ആ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചാണല്ലോ ആ പുള്ളി നമ്മളെ സഹായിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ സാധനം കൊളായിട്ടുണ്ട്. അതുകൊണ്ട് മോനെ, ഈ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ യു ജസ്റ്റ് ടേക്ക് അപ്പ് യുവർ ഫോൺ ആൻഡ് കോൾ മീ, എന്നിട്ട് ഞാൻ പറഞ്ഞനുസരിച്ച് ബാക്കി ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഇതാണ് അവരുടെ ടേമിൽ അവർക്ക് എന്താണ് മനസ്സിലാവുക, അവരെ കൊണ്ട് എന്താണ് സാധ്യമാകുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് പീപ്പിൾ ആർ നോർമൽ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, എല്ലാ മനുഷ്യരും നോർമലാണ്. ഒരുവിധം അത്യാവശ്യം ഇന്റലിജൻസ് ഉള്ള ആൾക്കാരാണ്, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരൊക്കെയാണ്. പക്ഷെ അവരുടെ നോർമൽസി അവരുടെ ലെവലിലാണ്. നമ്മളുടെ ലെവൽ, അതായത് ചില കാര്യങ്ങളിൽ അവർ നോക്കുമ്പോൾ നമ്മൾ പൊട്ടന്മാരായിരിക്കും എന്നുള്ളത് കൂടെ നമ്മൾ ആലോചിക്കണം. ചില പ്രത്യേക സാധനങ്ങൾ, ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുന്ന കാര്യത്തിൽ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ആള് എന്നെ നോക്കി അതേ പൊട്ടൻ, ബാറ്റ് മര്യാദയ്ക്ക് പിടിക്കാൻ പോലും അറിയില്ല എന്നാണ് അയാൾ എന്നെ കാണുക. ഒരു ഫിസിക്കൽ ഒരു കോൺഫ്ലിക്റ്റ് വേണ്ടി വരുന്ന സമയത്തിൽ ഒരാളെ റോട്ടിൽ നിന്ന് ഇടിക്കേണ്ട ആവശ്യം വന്നാൽ ഞാൻ ഇടി കൊണ്ട് മരിച്ചു പോയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അവൻ പറയൂലോ. ഈ ഇടയ്ക്ക് വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. ഭയങ്കര കുറച്ച് കാലത്തേക്ക് ഞാൻ കോണ്ടംപ്ലേറ്റീവ് ആയിരുന്നു. ഞാൻ ബൈക്ക് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ ബൈക്കിലാണ് ഓഫീസിലേക്ക് വരുന്നത്. കാറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ബൈക്കിലാണ് വരാറ്. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം, ഒരു മാസം മുമ്പ് ഞാൻ ഒരു വണ്ടിയിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരാള് എൻ്റെ പുറകിൽ വന്ന് കുറെ ഹോൺ അടിച്ചു. അപ്പൊ എനിക്ക് മാറിക്കൊടുക്കാൻ ഒരു അവകാശം കിട്ടുന്ന സ്ഥലത്ത് വേണമല്ലോ മാറിക്കൊടുക്കാൻ. ഞാൻ മാറി കൊടുത്തപ്പോഴത്തേക്ക് അവൻ ഇടത്തു കൂടെ വന്നൊക്കെ എടുത്ത് ഫ്രണ്ടിൽ പോയി എന്നെ ബ്ലോക്ക് ചെയ്ത് ബൈക്ക് ഓടിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഇയാൾ എന്നെ കടത്തി വിടാണ്ട് ബ്ലോക്ക് ചെയ്ത് തന്നെ വണ്ടി ഓടിക്കുകയാണ്. അപ്പൊ ഞാൻ മാറിപ്പോയിക്കൂടാടാ എന്നെന്തോ ചോദിച്ചു. അത് അയാൾക്ക് ഇഷ്ടമായില്ല. അയാൾ എൻ്റെ വണ്ടിക്ക് വട്ടം നിർത്തി എന്നെ കുറെ തെറിയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നമ്മളൊരു ട്രെയിനറാണല്ലോ. അപ്പൊ നടുറോട്ടിൽ നിന്ന് ഒരാളോട് ഒരു സീൻ ഉണ്ടാക്കുകയോ ഗുസ്തി കൂടെ ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ലല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ ചീത്ത പറഞ്ഞെങ്കിലും, മാറടാ എന്ന് പറഞ്ഞെങ്കിലും അവനത് ഇഷ്ടപ്പെടാണ്ടെന്നും അവൻ കുറെ ചീത്തയൊക്കെ പറഞ്ഞു. ഞാൻ മിണ്ടാണ്ടിരുന്ന് കേൾക്കണം. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ നിങ്ങളെ തെറി പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നെ വെറുതെ തെറി പറയുന്നുണ്ട്, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ കയറി എന്നെ ബ്ലോക്ക് ചെയ്ത് ഓടിച്ചപ്പോൾ എടുത്തു പോയി കൂടെ എന്ന് നിങ്ങളോട് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതെന്റെ മിടുക്കാണ്. നിങ്ങൾക്ക് വണ്ടി എൻ്റെ വണ്ടി കുറച്ച് എൻ്റെ ട്രയംഫാണ്, കുറച്ച് നല്ല വണ്ടിയാണ്, അവൻ്റെ ഇത്തിരി മോശം വണ്ടിയാണ്, അതിൻ്റെയൊക്കെ പ്രശ്നം അവനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വില കൂടിയ വണ്ടി മേടിച്ചിട്ട് മാത്രം കാര്യമില്ല, വണ്ടി ഓടിക്കാൻ അറിയണം, കഴിവുണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട്. അപ്പൊ ശരിയാണ്. ഒരു റേസിംഗ് സിറ്റുവേഷനിൽ റോഡിൽ കിടന്ന് റോഡ് റേസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഞാൻ മണ്ടനാണ്. ഞാൻ സമാധാനമായിട്ട് എൻ്റെ പാട്ടിന് പോകുന്ന ആളാണ്. അവൻ റേസ് ചെയ്യുന്ന തിരക്കി പിടിച്ച് ഓടി പോകുന്ന ആളാണ്. ചെറിയ ഒരു 100cc ബൈക്ക് വെച്ച് എൻ്റെ 400cc ബൈക്കിനെ അവൻ വെട്ടിച്ചു. അവൻ ബുദ്ധിമാനും ഞാൻ മണ്ടനുമാണ് ആ കാര്യത്തിൽ എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ നോർമലായി നിന്നതുകൊണ്ട് അന്ന് ഇടി കൊണ്ടില്ല എനിക്ക്. ഞാൻ ആലോചിക്കായിരുന്നു, കൊച്ചിയിലൊക്കെ ആൾക്കാരോട് വർത്താനം പറഞ്ഞ് ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞാൽ കത്തിയെടുത്ത് കുത്തുന്ന ടൈപ്പ് ആൾക്കാരുള്ള ഒരു സിറ്റിയിൽ റോട്ടിൽ ഒട്ടും സുരക്ഷിതമായ സ്ഥലത്ത് ഞാൻ ഒച്ച വെക്കരുതായിരുന്നു എന്നുള്ള ബുദ്ധി എനിക്ക് അവിടെ നിന്ന് കിട്ടി. അവനെ ഞാൻ ഗുരുവായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അത് ഒരു കാര്യം പഠിപ്പിച്ചു തന്ന ഗുരു. ഇപ്പൊ അതുകൊണ്ട് കഴിഞ്ഞൊരു മാസമായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഞാനൊരു സെൻ മൈൻഡ് സെറ്റിലാണ്. ഓ സാരമില്ല, അവന് തിരക്കുണ്ടാവും, പോയിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ അവന്റെ പോയിന്റ് ഓഫ് വ്യൂ അവൻ നോർമലാണ്, അവന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ മണ്ടനാണ്, അവൻ എന്നേക്കാൾ സ്കിൽഡ് ആണ്, അവൻ എന്നേക്കാൾ ബുദ്ധിശാലിയാണ്, എന്നേക്കാൾ കഴിവുള്ളവനാണ് ആ ഒരു കാര്യത്തിൽ. അപ്പൊ ഞാൻ ആ രീതിയിൽ കണ്ട് അന്ന് സംസാരിച്ചത് കൊണ്ട് എനിക്ക് ഒരു ഈ പറഞ്ഞ നടുറോട്ടിൽ നിന്ന് ഒരാളുടെ ഇടികൊള്ളേണ്ട അവസ്ഥ ഉണ്ടായില്ല എന്ന് പറയാണ്. അപ്പോൾ അവർ കമ്മ്യൂണിക്കേഷൻ ഷുഡ് മീറ്റ് ദ നോർമൽസി ഓഫ് ഈച്ച് ഓഫ് അവർ ഓഡിയൻസ്. നമ്മൾ ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ നോർമൽസിയെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതായത് നമ്മൾ പറയുന്നത് കേൾക്കുന്നത് ആരാണെന്ന് ആലോചിച്ച് അവരുടെ രീതിയിൽ വേണം നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ പറയുന്ന DISA എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക്. 4 തരം ആൾക്കാർ, ഒരുപാട് ഫ്രെയിം വർക്കുകളുണ്ട്, പല സൈക്കോമെട്രിക് ടെസ്റ്റുകൾ, പല ആൾക്കാരെ പല രീതിയിലാണ് റാങ്ക് ചെയ്യുക. എങ്കിൽ പോലും ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രെയിം വർക്ക് DISA എന്ന് പറയുന്ന ഡിസ ഫ്രെയിം വർക്കാണ്. 4 ആൾക്കാരെ, അത് ഒരു പക്ഷേ ഒരു ലീഡറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മളുടെ ടീമിലുള്ള ആൾക്കാരെ എങ്ങനെ ഫലപ്രദമായി, അതായത് നമ്മൾ ചെസ്സ് കളിക്കുകയാണെന്ന് വിചാരിക്കുക. ചെസ്സ് കളിയിൽ നമ്മൾ രാജാവാണ്, നമ്മൾക്ക് ഓരോ കളയെ നീങ്ങാൻ പറ്റുള്ളൂ. നമ്മുടെ ബാക്കിയുള്ള കരുക്കളെ ഉപയോഗിച്ച് ആ യുദ്ധം ജയിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രൊജക്ട്, നമ്മുടെ ഒബ്ജക്റ്റീവ് അല്ലേ. രാജാവിന് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. രാജാവിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ കാര്യം തീരുമാനങ്ങൾ എടുക്കുകയും അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. രാജാവ് പോയി യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. യുദ്ധം ചെയ്യുന്ന ആൾക്കാരെ ഉപയോഗിച്ച്, കുതിരയാണെങ്കിൽ ഇതാണ് അതിന്റെ പവർ, റൂക്കാണെങ്കിൽ ഇതാണ് അതിന്റെ പവർ, ബിഷപ്പ് ആണെങ്കിൽ ഇതാണ് അതിന്റെ പവർ, രാജ്ഞിയുടെ പവർ ഇതാണ്, കാലാളുകളുടെ പവർ ഇതാണെന്ന് മനസ്സിലാക്കി അവരെ ഉപയോഗിക്കണമെങ്കിൽ ആരാണ് കാലാള്, ആരാണ് റാണി, ആരാണ് കുതിര, ആരാണ് ബിഷപ്പ്, ആരാണ് നിങ്ങളുടെ കാസിൽ എന്ന അറിയൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടീമിലെ ആൾക്കാരെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഈ 4 കാറ്റഗറിയിലേക്ക് അവരെ ഒന്ന് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റിയാൽ ഇവരെ വെച്ച് കാര്യങ്ങൾ നടത്തൽ കുറച്ച് എളുപ്പമാണ്. ഇതാണത് പറയുന്നത്. അതായത് ഇതിന്റെ ഒരു ഫ്രെയിം വർക്ക്, ഇതിന്റെ ഒരു ഗ്രിഡ് ഇങ്ങനെയാണ് വരുന്നത്. ലോകത്ത് എക്സ്ട്രോവർട്ടായ ആൾക്കാരുണ്ട്, ഇൻട്രോവർട്ടായ ആൾക്കാരുണ്ട്. ആൾക്കാരുമായിട്ട് ഇടപഴകുന്ന ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, ആൾക്കാരുമായിട്ട് ഇടപഴകാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ടാസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, ബന്ധങ്ങൾ നിലനിർത്താൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഈ ഒരു ഫ്രെയിം വർക്കിൽ നമ്മൾ ആൾക്കാരെ ഒന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാഡ്രന്റിലാണ് ആൾക്കാർ വരിക. ഇത് ഞാനൊരു കാര്യം ചെയ്യാം കബീർ സാർ, സെഷൻ കഴിഞ്ഞ് ഞാൻ ഈ PPT ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ക്വാഡ്രന്റ് ഒക്കെ വരച്ചെടുക്കലൊന്നും എളുപ്പമല്ലല്ലോ ആൾക്കാർക്ക്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഗിവ് യു ദ PPT, അത് നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ ഈ 4 ക്വാഡ്രൻസിൽ പെടുന്ന ആൾക്കാരെയാണ് നമ്മൾ DISA എന്ന് പറയുന്ന 4 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നത്. ഈ ആൾക്കാരെ അങ്ങനെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡൊമിനന്റ് ഗ്രൂപ്പാണ്. DISAയിൽ ആദ്യത്തെ ഡൊമിനന്റ് ഗ്രൂപ്പാണ്. അവരെ പ്രതിനിധീകരിക്കുന്ന കളർ റെഡ് ആണ്. ഒന്ന്, ഇവര് ഡൊമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് എവിടെ ചെന്ന, അത് നമ്മൾ പറയും മറ്റേ കല്യാണ വീട്ടിൽ ചെന്ന ചെക്കനാവണം, മരണ വീട്ടിൽ ചെന്ന ശവമാവണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ അത്രയും ഡൊമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരം ആൾക്കാരാണ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഓർഗനൈസേഷനുകളിലൊക്കെ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ഡൊമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർ ടീമിലുണ്ടാവും സ്വാഭാവികമായിട്ടും. നമ്മളൊരു ക്ലബിൽ നമ്മൾ ലീഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ലബിന്റെ ഒരു ക്ലസ്റ്ററിന്റെ ഒരു ലീഡറാണ് നമ്മളെങ്കിൽ, താഴെ വളർന്നു വരാൻ കൊതിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ടാവും. അതിൽ തന്നെ ഇങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഭയങ്കര എന്താ പറയുക അംബിഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ ഒരു രീതി ക്വിക്ക് റിയാക്ഷനാണ്. ഏത് കാര്യത്തിനും എടുത്തപടി ചടപടമെന്നാണ് അവരുടെ റിയാക്ഷൻ. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും, ദേഷ്യപ്പെടും, ക്ഷോഭിക്കും, കാര്യങ്ങൾക്ക് ഒരു പ്രവൃത്തി ആവശ്യമുണ്ടെങ്കിൽ ഇടിച്ചു കയറി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും.
മാക്സിമം എഫർട്ട് ടു കൺട്രോൾ, അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള എല്ലാം എൻ്റെ രീതിയിൽ വേണം എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. മിനിമൽ ഇൻട്രസ്റ്റ് ഓർ കോഷൻ ഇൻ റിലേഷൻഷിപ്സ്, ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിലോ ആൾക്കാരെ വെറുപ്പിക്കുന്നതിലോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. കാര്യം നടക്കുക അതൊന്നും പ്രശ്നമൊന്നുമല്ല, അയാൾക്ക് വിഷമമായെങ്കിൽ അത് അയാളുടെ പ്രശ്നമാണ് എന്ന് പറയുന്നത്. കറണ്ട് ടൈം ഫ്രെയിമിലാണ് അവരെപ്പോഴും, പ്രസന്റ് ടൈമിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുക. അവർക്ക് പഴയത് പ്രശ്നമില്ല, അവർ ഭാവിയെക്കുറിച്ച് വറിയിടല്ല. ഇപ്പൊ ദേഷ്യം വന്നു റിയാക്ട് ചെയ്തു, ഇപ്പൊ ആവേശം വന്നു കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന രീതിയിലായിരിക്കും അവർ കാണുക. ആൻഡ് ഡയറക്റ്റ് ആക്ഷനാണ്, ആലോചനയൊന്നുമില്ല. മറ്റേ കാള പറ്റുമെന്ന് പറഞ്ഞാൽ കയറത്ത് ഒരൊറ്റ ഓട്ടമാണ്. പശുവല്ലേ പ്രസവിക്കുക, കാള പ്രസവിക്കില്ലല്ലോ ഒന്നും ആലോചനയില്ല. എന്തോ ഒരു ജീവി നാൽക്കാലി പറ്റൂ, കയറ് വേണം എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആക്ഷൻ ആൾക്കാരാണ്. ആൻഡ് ടെൻഡൻസി ടു അവോയ്ഡ് ഇൻവോൾവ്മെന്റ്, അതായത് മറ്റുള്ളവരെ ഒരുമിച്ച് കൂട്ടി ചെയ്യിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഞാൻ ചെയ്യുക എന്നുള്ളതാണ്, ബാക്കിയുള്ള ഞാൻ ചെയ്യും. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പണ്ട്, ഞങ്ങൾ കോളേജിലുള്ളപ്പോൾ എപ്പോഴും ഭയങ്കര തമാശയായിട്ട് പറയാറ്, ഞങ്ങൾ ഒരു കോളേജിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ. നിസ്സാരമായ പൈസ വെച്ച് പോക്കറ്റ് മണി വെച്ച് മാനേജ് ചെയ്ത് പോകുന്ന സമയത്ത് ഞങ്ങൾ പാലക്കാടുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ ഇടയ്ക്ക് വല്ലപ്പോഴും വെൻ വി ഫീൽ റിച്ച് ഞങ്ങൾ പോകും. അപ്പോൾ ചെല്ലുമ്പോൾ ഇങ്ങനെ കാപ്പി കുടിക്കാനുള്ള പൈസയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുള്ളി ചെന്ന ഉടനെ പുള്ളി പറയും, ഞാൻ ഒരു മട്ടൺ സമോസ കഴിക്കാൻ പോവുകയാണ്, നിങ്ങളോ എന്ന്. അതായത് ഞങ്ങൾ കഴിച്ചോ കഴിച്ചില്ലയോ എന്നൊന്നും പുള്ളിക്ക് പ്രശ്നമില്ല, പുള്ളിയുടെ പൈസ ഉണ്ട്, പുള്ളി അത് കഴിക്കാൻ പോവാണ്. നിങ്ങളുടെ കാര്യം നിങ്ങളായി, നിങ്ങളുടെ പാടായി എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരാണ്, ഇതാണ് റെഡ് എന്ന് പറയുന്ന ഒരു കളർ, ഈ പറയുന്ന നേച്ചർ ഉള്ള ആൾക്കാർ. നിങ്ങളുടെ മനസ്സിൽ ചില ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ വന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രത്യേകിച്ച് വളണ്ടറി ഓർഗനൈസേഷനിൽ റെഡിലുള്ള ആൾക്കാർ നമ്മൾ എൻകൗണ്ടർ ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അവർ ഭയങ്കര ആക്ഷൻ ഓറിയന്റഡ് ആണ്, അവർ കാര്യങ്ങൾ നടത്തുകയും ചെയ്യും, കാര്യങ്ങൾ നടത്താതിരിക്കുകയൊന്നുമില്ല. പക്ഷെ ഇതാണ് അവരുടെ ഒരു നേച്ചർ. അടുത്തത് ഇൻസ്പയറിങ് ആൾക്കാരാണ്. യെല്ലോ ആൾക്കാർ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഇവർ റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ആണ്. അതിനോടൊപ്പം തന്നെ അവര് എക്സ്ട്രോവർട്സുമാണ്, ആൾക്കാരുമായിട്ട് ഇടപഴകാൻ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരുമാണ്. അപ്പോൾ അവര് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യും, ആൾക്കാരുമായിട്ട് ഇടപഴകും. മറ്റേ ആൾക്കാരുമായിട്ട് ഇടപഴകും, പക്ഷെ ടാസ്ക് മതി അവർക്ക്. അതാണ് ഈ റെഡ് ആൾക്കാരുടെ പ്രശ്നം. അപ്പൊ ഇവരുടെ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് റിയാക്ഷൻ ആണ്. ഏത് കാര്യത്തിനും വളരെ പെട്ടെന്നല്ല എങ്കിൽ പോലും സ്പീഡിൽ അവർ കാര്യങ്ങൾ ചെയ്യും. കാരണം അവർ ആക്ഷൻ ഓറിയന്റഡ് ആണ്. മാക്സിമം എഫേർട്ട് ടു ഇൻവോൾവ്, ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. വാടാ നമുക്ക് ഒരുമിച്ചൊരു കാര്യം ചെയ്യാം എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. ലെറ്റസ് ഡു ദിസ് എന്ന് പറയും. യു ഡു ദിസ് അല്ലെങ്കിൽ ഐ വിൽ ഡു ഇറ്റ് അല്ല, ലെറ്റസ് ഡു ദിസ് എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. മിനിമൽ ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് ഈ പറയുന്ന റൊട്ടീനിൽ, അതായത് സ്ഥിരമായിട്ട് ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നതിൽ അവർക്ക് താരതമ്യേന കുറവായിരിക്കും. ഫ്യൂച്ചർ ടൈം ഫ്രെയിമിലാണ് അവർ ചിന്തിക്കുക. അപ്പോൾ ഓക്കെ, ഇവരെയൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടുപോകുന്നാൽ ഇവരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ, ഇവരെയൊക്കെ ഇൻസ്പയർ ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ നാളെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഉപകാരപ്പെടുമല്ലോ, ഭാവിയെ കണ്ടുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണത്. ഇമ്പൾസീവ് ആക്ഷനാണ്, ഡയറക്റ്റ് ആക്ഷൻ അല്ല. പക്ഷെ കുറച്ചും കൂടെ പെട്ടെന്ന് അവർ കാര്യങ്ങൾ ചെയ്യും. ഒരു കാര്യം കണ്ട പെട്ടെന്ന് അതിനോട് റെസ്പോണ്ട് ചെയ്ത് ചെയ്യും. എടുത്തു ചാടില്ല എങ്കിൽ പോലും അത്യാവശ്യം ഇമ്പൾസീവ് ആണ് അവർ, ആക്ഷൻ ഓറിയന്റഡ് ആണ് അവർ പിന്നോട്ട് നിൽക്കില്ല. ആൻഡ് ടെൻഡൻസി ടു റിജക്ട് ഐസൊലേഷൻ ഉണ്ട്, അതായത് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഇത് അഗൈൻ എനിക്ക് തോന്നുന്നു കുറേ നേതാക്കന്മാരുണ്ട്, ഇവർക്ക് ഈ മറ്റേ മോഹൻലാൽ സിനിമയിലെ പോലെയാണ് അവർക്ക് ചുറ്റും ഒരു ഉപജാപക വൃന്ദം ഉണ്ടെങ്കിലാണ് അവർക്ക് വർക്ക് ചെയ്യാൻ തയ്യാറ്. ഒരു മോഹൻലാലിന്റെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മോഹൻലാൽ ഇങ്ങനെ പോകുമ്പോൾ 5-8 ആൾ ചുറ്റും ഉണ്ടാവും. ഇവർക്കൊക്കെ എന്താണ് പണി, ഇവർക്കൊക്കെ ഭക്ഷണം എവിടെ നിന്ന് കിട്ടണമെന്ന് നമുക്കറിയില്ല കഥയിൽ. പക്ഷെ ഇവർ ഈ മോഹൻലാലിന്റെ ചുറ്റും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഒറ്റയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള. എനിക്ക് കോളേജിൽ എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു, ഞാൻ ലോ കോളേജ് പഠിച്ചപ്പോൾ ലോ കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു സുഹൃത്ത്. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളിക്ക് ഒരു 4 പേരെങ്കിലും വിളിച്ചുകൊണ്ട് പോയി അവർക്കൊക്കെ ഭക്ഷണം മേടിച്ചു കൊടുത്താൽ പുള്ളി ഭക്ഷണം കഴിക്കുള്ളൂ. സ്ഥിരമായിട്ട് ചുറ്റും ആളില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തില്ല, ഇയാൾക്ക് ഭക്ഷണം ഇറങ്ങില്ല. സ്വാഭാവികമായിട്ടും കടം കയറി മുടിഞ്ഞു പോയി ജീവിതത്തിൽ. എങ്കിൽ പോലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർ ഇൻസ്പയറിംഗ് ആണ്, ആൾക്കാരെ കൊണ്ടേ നടന്ന് വളർത്തുന്ന ആൾക്കാരുണ്ട്. പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അടുത്തത്. അവർ ഗ്രീൻ ചെയ്യുന്നു. അവരുടെ റിയാക്ഷൻ കാമാണ്, ഒന്ന് ആലോചിച്ച് ചിന്തിച്ചാണ് അവർ ഏത് കാര്യത്തിലും ആക്ഷൻ എടുക്കുക. കണക്ഷനാണ് അവരുടെ എഫേർട്സ് കൂടുതൽ. മാക്സിമം ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുക, ബന്ധങ്ങൾ നിലനിർത്തുക, അങ്ങനെ ആൾക്കാർ കണക്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. ചേഞ്ച് അവർക്ക് ഒരിത്തിരി പ്രശ്നമാണ്. കാര്യങ്ങൾ പെട്ടെന്ന് മാറുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല. കാരണം ഇങ്ങനെ പോയാൽ മതിയല്ലോ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നാൽ മതി, എന്തിനാ അതൊക്കെ മാറ്റുന്നത്, ഇങ്ങനെ നടക്കുന്ന രീതിയിൽ നടന്നാൽ പോരെ, നമുക്ക് ഇങ്ങനെ സന്തോഷമായിട്ട് പോയാൽ പോരെ, എന്തിനാ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, വലിയ മാറ്റങ്ങളൊക്കെ വരുന്നതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കറണ്ട് ടൈം ഫ്രെയിമിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോട്ടെ,
എത്രയോ കാലമായിട്ട് ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകല്ലേ, എന്തിനാണ് ഇതൊക്കെ ചാലഞ്ച് ചെയ്യണത്, എന്തിനാണ് മാറ്റം വരുത്തുന്നത്, എന്തിനാണ് ഒരുപാട് പണിയെടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ അവർ സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഒന്ന് പിന്നോക്കം പോയി കഴിഞ്ഞാൽ അവരൊന്ന് സപ്പോർട്ട് ചെയ്യും. സാരല്ലടാ പോട്ടെ, അങ്ങനെ ഇപ്പൊ എല്ലാവരും ജയിച്ച ആൾക്കാരൊന്നുമല്ല. മറ്റേ നെപ്പോളിയൻ തോറ്റിട്ടുണ്ട്, മറ്റേ ഹിറ്റ്ലർ തോറ്റിട്ടുണ്ട്, അങ്ങനെ പലരും തോറ്റിട്ടുണ്ട്, നമുക്കെന്താ തോറ്റുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് ടെൻഡൻസി ടു റിജക്ട് കോൺഫ്ലിക്റ്റ്, അത് അവര് തമ്മിത്തല്ല് കൂടുന്ന ഇഷ്ടമല്ല, തർക്കങ്ങൾ ഇഷ്ടമല്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്ന് വലിയുന്ന ഒരു പ്രകൃതം അവർക്കുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് ബ്ലൂ അനലിറ്റിക്കൽ ആൾക്കാരാണ്. ഇവര് മറ്റേ ഡോമിനന്റ് ആൾക്കാർ ശരീരത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അനലിറ്റിക്കൽ ആൾക്കാർ മനസ്സിലാണ് ജീവിക്കുന്നത്. സ്ലോ റിയാക്ഷൻ ആണ്, ആലോചിച്ച് ചിന്തിച്ച് ഏത് കാര്യത്തിലും കാര്യമുള്ളൂ. മാക്സിമം എഫർട്ട് ടു ഓർഗനൈസ്, എല്ലാം പേപ്പറിൽ കറക്റ്റ് ആയിരിക്കും. ഇതങ്ങനെ അതിങ്ങനെ ഇതിങ്ങനെ ഏതായാലും ചെയ്യുന്നു, അതിന്റെ പേപ്പർ വർക്ക് ഇതിന്റെ എന്ത് അതിന്റെ ഏത്, അതിന്റെ ഫോം ഇത്, ഇതിന്റെ ഫോം ഇത്, അതിനുള്ള പ്രോട്ടോകോൾ ഇത്, വരുമ്പോൾ കൊടുക്കേണ്ട സാധനം ഇത്, അതിലവർ ഭയങ്കര എക്സ്പേർട്സ് ആയിരിക്കും. മിനിമൽ ഇൻട്രസ്റ്റഡ് റിലേഷൻഷിപ്സ്, എനിക്ക് കാര്യങ്ങൾ അറിയാം, ഈ എന്റെ പണിയിൽ ഇടപെടാതിരുന്നാൽ മതി, എന്റെ പണി ചെയ്യാൻ എന്നെ ഒന്ന് അനുവദിക്കൂ എന്ന് പറയുന്ന രീതിയിലുള്ള ആൾക്കാരായിരിക്കും. ഇല്ല, അങ്ങനെ ടെക്നിക്കൽ ആൾക്കാർ, അവരുടെ പണിയിൽ നമ്മൾ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല, അവർ ചെയ്തോളും, പണി ഏൽപ്പിച്ചാൽ ചെയ്തോളും, ഇതിൽ ഇടപെടണ്ട. ഹിസ്റ്റോറിക്കൽ ടൈം ഫ്രെയിമാണ്. അതായത് അന്തക്കാലത്തിൽ ഇങ്ങനെയായിരുന്നു, ഇന്തക്കാലത്തിൽ ഇങ്ങനെയായിരുന്നു, മറ്റേ സാധനം ഉണ്ടായപ്പോൾ ഇങ്ങനെയാണ്, ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാം. ഹിസ്റ്റോറിക് ടൈം ഫ്രെയിമിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുക. കോഷ്യസ് ഇൻ ആക്ഷൻ ആണ്, വളരെ ആലോചിച്ച് ഒരുപാട് ആലോചിച്ചിട്ട്, നമ്മുടെ നരസിംഹറാവു ടൈപ്പിലുള്ള ആൾക്കാരാണ് ഇവര്. ആസ്ക് എവരിബഡീസ് ഒപ്പീനിയൻ ആൻഡ് ടേക്ക് നോ ആക്ഷൻ എന്നുള്ളതാണ് പണ്ട് നരസിംഹറാവുവിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. ആ ഒരു രീതിയിൽ ഒരുപാട് ആലോചിച്ച് ചിന്തിച്ചാണ് തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ടെൻഡൻസി ടു അവോയ്ഡ് ഇൻവോൾവ്മെന്റ്, അതായത് ആൾക്കാരെ കൂടെ കൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ചെയ്തോളാം, എനിക്കിത് അറിയാം, ഞാൻ ആലോചിച്ച് ചിന്തിച്ച് സമയത്ത് ചെയ്തോളാം. ഡൊമിനന്റ് ആളും അതേപോലെ നമ്മൾ കണ്ടു, ടെൻഡൻസി ടു അവോയ്ഡ് ഇൻവോൾവ്മെന്റ് ഉണ്ട്. അത് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല, എടുത്തു ചാടി ചെയ്യലാണ്. മറ്റേത് പതുങ്ങിയിരുന്ന്, അതായത് ഒരു പക്ഷേ നമ്മളുടെ പണ്ടത്തെ ടിപ്പിക്കൽ സർക്കാർ ഓഫീസ് മൈൻഡ് സെറ്റ്, ആ രേഖ വരട്ടെ, ഈ രേഖ വരട്ടെ, ഇതൊക്കെ വരുമ്പോൾ സമയമാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഒരു ചെയ്യുന്ന രീതിയിൽ, അങ്ങനെ ഈ 4 രീതിയിലാണ് ആൾക്കാർ ഉള്ളത്. എങ്കിൽ ഇവരെ നമ്മൾ എങ്ങനെ ഡീല് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇങ്ങനെ 4 തരം ആൾക്കാരാണെങ്കിൽ ഈ 4 തരം ആൾക്കാരെയും, 4 തരം ആൾക്കാർ നമ്മുടെ ടീമിലുണ്ടാവും. ഇതിൽ ഒരാളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം, നമ്മളൊരു വളണ്ടറി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരാളെങ്കിൽ ഒരാള് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ വിടാൻ പറ്റില്ലല്ലോ. ഒരാളെ പോലും അട്രീഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മളൊരു വിജയമാകുന്നത്, അല്ലേ? നമുക്ക് പറ്റുന്ന ആൾക്കാർ മാത്രമുണ്ട്, ബാക്കിയുള്ളവരെ പുറത്താക്കി ഒരു കുറച്ച് ആൾക്കാരെ വെച്ച് കാര്യങ്ങൾ ചെയ്യല്ല. എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. ഇവരെ വെച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ക്ലബ്ബ് വിജയമാകുന്നത്, നമ്മൾ നല്ലൊരു നേതാവാകുന്നത്. എങ്കിൽ ഇങ്ങനെ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ടീമിലെ ആൾക്കാർക്ക് കാര്യം മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ ഓരോ ആൾക്കാരും ഈ DISA ഫ്രെയിംവർക്കിൽ എവിടെയാണ് വരുന്നത് എന്ന് ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം അവരെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അല്പ ആൾക്കാരെ എങ്ങനെ അതായത് അഗ്രസീവായ ആൾക്കാരെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, മേക്ക് ഹിം കോമ്പീറ്റ് ഫോർ യു. ഇവൻ അഗ്രസീവ് ആണെങ്കിൽ അവനെ നിങ്ങൾക്ക് വേണ്ടി മത്സരിക്കും. നിങ്ങളൊരു പട്ടാള ഒരു മേധാവിയാണെന്ന് വിചാരിക്കുക. ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ആദ്യം തോക്കെടുത്ത് അവനെയും പറഞ്ഞു വിടുക. അവൻ പോയി വെടിവെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അവനത് ഇഷ്ടമാണ്, വെടി കൊള്ളുന്നവന് ഇഷ്ടമാണ്, എടുത്തു ചാടുന്നത് ഇഷ്ടമാണ്, ബോംബുകളെ പൂമാലയാക്കി മാറ്റുന്നത് അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആളെ ആ പണിക്ക് മേക്ക് ഹിം കോമ്പീറ്റ് ഫോർ യു, മേക്ക് ഹിം ഫൈറ്റ് ഫോർ യു. നിങ്ങൾ നമ്മുടെ ടീമിന്റെ മെയിൻ ആളാണ്, പോയി യുദ്ധം ചെയ്യും, നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുക. ഹീസ് ഇൻ എ ഹറി, ഗെറ്റ് തിങ്സ് ഫോർ ഹിം ക്യൂക്ക്. പെട്ടെന്ന് വളരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ഫാസ്റ്റ് ട്രാക്ക് ഉണ്ടാക്കി അവരെ വളർത്തി വിടേണ്ടതും ഒരു ലീഡർഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയും. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ ചെറുപ്പക്കാരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഈ പല വോളണ്ടറി ഓർഗനൈസേഷൻസും നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന വെല്ലുവിളികളിലൊന്ന് നമ്മുടെ പിള്ളേരെ ഈ പണിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ പിള്ളേരെ കിട്ടുന്നില്ല, യങ്ങർ ജനറേഷനെ കിട്ടുന്നില്ല. അവർക്ക് പലപ്പോഴും അതിഭീകരമായ പുച്ഛവുമാണ് നമ്മൾ ഈ ചെയ്യുന്ന സാധനങ്ങളോട്. എനിക്കത് വളരെ ക്ലിയർ ആയിട്ട്, എൻ്റെ മോൾക്ക് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളോടൊക്കെ അതിഭീകരമായ പുച്ഛമാണ്. പുച്ഛം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഞാൻ ഓഫീസിൽ ട്രെയിനിങ് എടുക്കുന്നത് തന്നെ, വീട്ടിലിരുന്ന് ട്രെയിനിങ് എടുത്താൽ അവൾ അപ്പുറം വന്ന് ഇരുന്നിട്ട് എൻ്റെ സെഷൻ കഴിയുമ്പോൾ എന്നെ പുച്ഛിച്ച് നശിപ്പിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് പറഞ്ഞു. അപ്പോൾ അത് യങ്സ്റ്റേഴ്സിന് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് എല്ലാ വളണ്ടറി ഓർഗനൈസേഷനിലും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യങ്സ്റ്റേഴ്സിന് ഒരു കാര്യം എന്താ വെച്ചാൽ, അവർക്ക് ഇപ്പം കാര്യങ്ങൾ പെട്ടെന്ന് വേണം. ഒരു ഓർഗനൈസേഷനിൽ വന്നിട്ട് 10 വർഷം ഒരു പ്രസിഡന്റ് ആവാൻ വെയിറ്റ് ചെയ്യാൻ അയാൾ തയ്യാറല്ല. അയാൾ മുകളിലേക്ക് വളരുന്ന ഒരുപാട് വർഷം എടുക്കാൻ തയ്യാറല്ല. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ
എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഗെയിം കളിക്കാനില്ല വിജയ എന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്നവരാണ് ഇന്നത്തെ യങ്സ്റ്റേഴ്സ്. അപ്പോൾ അവർ ഹറിയിലാണെങ്കിൽ അവർക്കൊരു ഗ്രോത്ത് ട്രാജക്ടറി ഉണ്ടാക്കി കൊടുക്കുക പാരലായിട്ടോ. എങ്ങനെയാന്ന് വെച്ചാൽ അവരെ എങ്ങനെ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്ത് വളർന്നു എന്ന് തോന്നിപ്പിക്കാൻ പറ്റുമെന്ന് ആലോചിക്കാം. സെന്റ് ഹിം ബിഹൈൻഡ് അൺറിയലിസ്റ്റിക് ഗോൾസ്, ഹി മേ അച്ചീവ് ഇറ്റ്. നടക്കില്ല എന്ന് തോന്നുന്ന ടാസ്കുകൾ ഇവരെ ഏൽപ്പിക്കുക. ചിലപ്പോൾ അവർ നടത്തിക്കൊണ്ടുവരും. നമുക്ക് തോന്നുന്നത് നടക്കില്ല എന്ന് പറഞ്ഞ ടാസ്കുകൾ ഇങ്ങനെയുള്ള ആൽഫ ആൾക്കാരെ ഏൽപ്പിച്ചാൽ ചിലപ്പോൾ ആളെ കൊന്ന് ഈ സാധനം വേണമെങ്കിൽ ചിലപ്പോൾ അവർ എടുത്തുകൊണ്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ അൺറിയലിസ്റ്റിക് ഗോളുകളുടെ പുറകെ വിടുക. ലിസൺ ടു ഹിസ് ഒപ്പീനിയൻസ്. അവരുടെ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായം പറയൂ, കേൾക്കട്ടെ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, പറയൂ, കേൾക്കട്ടെ. അത് നല്ലൊരു ഐഡിയ ആണല്ലോ, അത് കൊള്ളാലോ, നമുക്ക് ചെയ്യാലോ, എന്നാ പിന്നെ നീ ചെയ്യേ എന്ന് പറയുന്ന രീതിയിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 4 പോയിന്റുകളാണ് ഈ പറയുന്ന റെഡ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഈ പറയുന്ന ആൾക്കാരെ ഡീല് ചെയ്യുവാൻ നമുക്കുള്ള വഴി. ഡിസയിലെ ഡൊമിനന്റ് ആയിട്ടുള്ള ആൾക്കാരെ ഡീല് ചെയ്യാനുള്ള വഴി ഇതാണ്. എങ്കിൽ രണ്ടാമത്തെ നമ്മുടെ യെല്ലോ ആയിട്ടുള്ള ആൾക്കാരെ, ഈ പറയുന്ന ഇൻസ്പയറിങ് ആൾക്കാരെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ അവര് ഗുഡ് അറ്റ് മേക്കിംഗ് ഫ്രണ്ട്സ് ആണ്. നിങ്ങളുടെ PR ടീമിലെ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരായിരിക്കും ഇവർ. അതായത് പുതിയ ആൾക്കാരെ കൊണ്ടുവരിക, പുതിയ മെമ്പേഴ്സിനെ കൊണ്ടുവരിക, വളർച്ച ഉണ്ടാക്കുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, ഈ ഓർഗനൈസേഷന്റെ ഗുണങ്ങൾ ആൾക്കാരിലേക്ക് പറഞ്ഞെത്തിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ആൾക്കാർ ബെസ്റ്റ് ആയിരിക്കും. അതെ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലബ്ബുകളിലൊക്കെ പുതിയ മെമ്പർമാർ വരുമല്ലോ. പുതിയ മെമ്പർമാർ വരുമ്പോൾ ആദ്യത്തെ ഒരു 1-2 മാസങ്ങളെ നമുക്ക് ഗോൾഡൻ മന്ത്സ് എന്ന് വിളിക്കാം. ആ മാസങ്ങളിൽ അവർ തീരുമാനിക്കും അവർ ഈ ക്ലബ്ബിൽ എന്താവണം എന്നുള്ളത്. ആ സമയത്ത് അങ്ങനെ പുതിയ ആൾക്കാരെ ഡീൽ ചെയ്യാനൊക്കെ ഈ ആൾക്കാർ ബെസ്റ്റാണ്. പുതിയ ആൾക്കാർ വരുന്നവരെ ക്ലബിന്റെ മീറ്റിങ്ങുകളിൽ വരുമ്പോൾ അവരെ ആൾക്കാരായിട്ട് പരിചയപ്പെടുത്തുക, അവരെ കൊണ്ടേ നടത്തുക, അവരെ സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ആൾക്കാരെ ഏൽപ്പിച്ചാൽ അതിഗംഭീരമായിരിക്കും. പോക്സ് ദെയർ നോസ് ഇൻ ടു എവരിതിങ്. അപ്പോൾ ഈ എല്ലാ കാര്യത്തിലും ഇടപെടാൻ ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും ഇവര്. അതുകൊണ്ട് തന്നെ അവരെ എൻഗേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കാര്യത്തിലും എന്തവിടെ നടക്കണം, എന്തവിടെ സംഭവിക്കണം, എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി കൂടുതലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവരെ എല്ലാത്തിലും ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്തേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടു ഒപ്റ്റിമിസ്റ്റിക്, ആവശ്യത്തിൽ കൂടുതൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടാവാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ഇവര്. നടക്കില്ലാത്ത സ്വപ്നങ്ങളൊക്കെ ആലോചിക്കാനും അതിലൊക്കെ ഇൻസ്പയർ ചെയ്യും. പിന്നെ അത് നമ്മൾ വിചാരിച്ചാൽ നടക്കും, പിന്നെ വളരെ എളുപ്പമല്ലേ, നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ കുഴിയിൽ ചാടിക്കാൻ സാധ്യതയുള്ള അത്രയും പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ അതിനെ ഇവരെ ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് ലോട്ട് ഓഫ് വൈൽഡ് ഐഡിയാസ്, ടേം ദം ആൻഡ് യൂസ് ദം. ഒരുപാട് ഐഡിയ ഇവരുടെ കയ്യിൽ നിന്ന് വരും. അതുകൊണ്ട് ഈ ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ നടത്തുമല്ലോ നമ്മൾ ഒരു വർഷം തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങുകളിലൊക്കെ ഇവരുണ്ടാവുന്നു നിർബന്ധമാക്കുക. അങ്ങനെയുള്ള ആൾക്കാർ വരും, ഒരുപാട് ഐഡിയാസ് തരും. അതിൽ ചിലതൊക്കെ നമുക്ക് പറ്റും, ചിലതൊക്കെ പറ്റില്ല. അതിൽ പറ്റുന്ന ഐഡിയകൾ കിട്ടാൻ, ഐഡിയകളുടെ അഭാവമാണ് ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് പണം അല്ലെങ്കിൽ റിസോഴ്സസ് ഉണ്ടാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ഐഡിയകൾ ഉണ്ടാക്കൽ. നല്ല ഐഡിയകൾ കിട്ടാനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഈ ആൾക്കാർ നമുക്ക് ഗോൾഡാണ്, യെല്ലോ കളറാണ്, അവർ ഗോൾഡാണ്. അവരെ ഐഡിയകൾക്ക് നമ്മൾ ഉപയോഗിക്കുക. ഗ്രീൻ എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. സ്റ്റേബിളായ ആൾക്കാരെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഇവര് ഒരുപാട് സമയമെടുക്കും കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ സമയമുള്ള പണികളെ ഇവരെ ഏൽപ്പിക്കാവൂ. ഡെഡ് ലൈൻ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പരിപാടികൾ ഇവരെ ഏൽപ്പിക്കരുത്. പതുക്കെ സമയമെടുത്ത് ചെയ്യേണ്ട, ഓക്കെ ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്കും നിങ്ങൾ ഈ സാധനം ചെയ്തു തന്നാൽ മതി എന്ന് പറയുന്ന തരം പണികൾ അവർ ഉപയോഗിക്കുക. കൈൻഡ് ആൻഡ് സോഫ്റ്റ് ഹെർട്ടഡ് ആണ് ഇവർ ആൾക്കാർ. വളരെ കരുണയുള്ള, വളരെ മൃദുല ഹൃദയരായ ആൾക്കാരാണ്. അപ്പോൾ ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാക്കാനൊക്കെ ഇവർ അടിപൊളിയായിരിക്കും. ആ രീതിയിൽ അവർ ഉപയോഗിക്കാം. വിൽ കീപ് ദെയർ വേർഡ്. അവർ പറഞ്ഞാൽ കാര്യം അവർ പാലിക്കും, പക്ഷെ അവരുടെ സമയത്താണ് നമ്മൾ ഇത് ചെയ്യുക. ഇപ്പൊ ഞാൻ വീട്ടിൽ എപ്പോഴും എൻ്റെ മമ്മിക്ക് ഇങ്ങനെ എപ്പോഴും അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എൻ്റെ മമ്മിക്ക്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറയുന്ന ഒരു പക്ഷേ ഒരു ഗ്രീൻ സ്പേസിൽ നിൽക്കുന്ന ഒരാളാണ്. ഇങ്ങനെ ഒരുപാട് സമയമെടുത്താണ് ഞാൻ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യാറ്. അപ്പൊ മമ്മിയോട് ഞാൻ പറയും, മമ്മി ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും, അതിങ്ങനെ 6 മാസം കൂടുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയും. കാരണം എനിക്കൊരു സാധനം ഞാൻ 2-3 കൊല്ലം ചെയ്യുക, അപ്പോൾ 6 മാസം കൂടുമ്പോഴൊന്നും എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ടൈപ്പ് ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ സമയമുള്ള കാര്യങ്ങളെ അവരെ ഏൽപ്പിക്കാവൂ. ആൻഡ് ഹേറ്റ് അൺസർട്ടനിറ്റീസ് ആൻഡ് സർപ്രൈസസ്. അവർക്ക് ഈ അത്ഭുതങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരെ സർപ്രൈസ് ചെയ്യുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്താണ് വരാൻ പോകുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യും. മീറ്റിങ്ങിൽ വരുമ്പോഴാണോ ഇത് പറയുന്നത് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മനുഷ്യരാണ് ഇവർ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ലാസ്റ്റ് ആൾക്കാർ നമ്മുടെ ബ്ലൂ ആൾക്കാരാണ്.
ഇവര് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഐഡിയ ആൾക്കാരാണ്. അപ്പോൾ അവര് ഈ പറയുന്ന എല്ലാത്തിലും അക്യുറസി ഉള്ള ആൾക്കാരാണ്. കണക്ക് കാര്യങ്ങൾ എല്ലാം കൃത്യം. ഇത്ര പൈസ വരവ്, ഇത്ര ചെലവ്, അപ്പോൾ ബാക്കി ഇത്ര മറ്റേ പൈസ എവിടെ പോയി, ഈ പൈസ എവിടെ എന്നൊക്കെ ചോദിച്ച് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള ആൾക്കാർ ഈ അനലിറ്റിക്കൽ ആൾക്കാരാണ്. ആണല്ലോ, DASL അനലിറ്റിക്കൽ ആൾക്കാരാണ്. അപ്പോൾ അവരെ ഈ അക്കൗണ്ട്സ്, ഓഡിറ്റിംഗ്, അങ്ങനത്തെ കാര്യം കണക്ക് നോക്കാനൊക്കെ ഇവരെ ഏൽപ്പിച്ച് അതിഗംഭീരമായിരിക്കും. അതേപോലെ ഇവർക്ക് അംഗീകാരങ്ങളുടെ ഒന്നും ആവശ്യമില്ല. റെക്കഗ്നൈസ് ചെയ്യേണ്ട കാര്യമില്ല. മെമൻറ്റോ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, സ്റ്റേജിൽ പേര് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അവരവരുടെ പണി കൃത്യമായിട്ട് ചെയ്തോളും. അത് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇവരെ എന്ത് പറഞ്ഞാലും ഇവർ പ്രൂഫ് ചോദിക്കും. അതിന്റെ തെളിവെന്താ, അങ്ങനെയുണ്ടോ, എവിടെ, രേഖ കാണട്ടെ. അപ്പൊ അവരുടെ അടുത്ത് ബ്ലഫ് ചെയ്യാണ്ടിരിക്കുക. അതായത് ഈ കാർഡടച്ച കാര്യങ്ങൾ പറയാതിരിക്കുക, ജനറലൈസ് ചെയ്ത കാര്യങ്ങൾ പറയാതിരിക്കുക. കാരണം ഒരു സ്പെസിഫിക്സ് ചോദിക്കും. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതിന്റെ ചെലവ് കുറവാണല്ലോ എന്ന് വെച്ചാൽ ആ പേപ്പർ ഒന്ന് കാണിച്ചേ. 2018 ഇത്ര ആയുള്ളൂല്ലോ, 2019 ഇത്ര ആയുള്ളൂല്ലോ, 2020 ഇത്ര ആയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് അവർ കണക്ക് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് ബ്ലഫ് ചെയ്യാണ്ടിരിക്കുക. ഈ പറയുന്ന പോലെ വളരെ കോഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണത്. സൂക്ഷിച്ചും കണ്ടും ശ്രദ്ധിച്ചും ആലോചിച്ചും ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവരെ ദയവ് ചെയ്ത് ക്രൈസിസ് മാനേജ്മെന്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. ക്രൈസിസ് മാനേജ്മെന്റിൽ നമുക്ക് എപ്പോഴും നമ്മുടെ മറ്റേ ഡൊമിനന്റ് റെഡ് ആൾക്കാരാണ് ക്രൈസിസ് മാനേജ്മെന്റിന് ബെസ്റ്റ്. അപ്പൊ ഈ പറഞ്ഞ മനസ്സിലായല്ലോ, ഈ പറയുന്ന 4 രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഡൊമിനന്റ് ആയ ആൾക്കാരുണ്ട്, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഈ പറയുന്ന സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ അനലിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ 4 തരം ആൾക്കാരുണ്ടെങ്കിൽ ഈ നമ്മുടെ ടീമിലെ ആൾക്കാരിൽ ഏതാണ് എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ രീതിയിലുള്ള വർക്കുകൾക്ക് അവർ ഉപയോഗിക്കുകയും ചെയ്യാണ് വേണ്ടത്. അതായത് മരം കയറാൻ നമ്മൾ മീനിനെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവൻ മീനാണെങ്കിൽ വെള്ളത്തിലുള്ള പണികൾ അവനെ ഏൽപ്പിക്കുക, കുരങ്ങനാണെങ്കിൽ അവനെ മരം കയറിയിട്ടുള്ള പരിപാടികൾ ഏൽപ്പിക്കുക, പറക്കാനുള്ള കാര്യം പക്ഷികളെ ഏൽപ്പിക്കുക. അപ്പൊ ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് അവരുടെ രീതിയിലുള്ള കാര്യങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ടീമിൽ ഇഡിയറ്റ്സിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ട് മനസ്സിലാവും. ഈ 4 എണ്ണത്തിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ ഒന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോ വൺ ഈസ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് എന്നുള്ളതാണ്. ഇതിൽ ഒരാളും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അല്ല, ഇതിൽ ഒരു രീതിയും കറക്റ്റ് അല്ല. ഇപ്പൊ നമ്മൾ പറയണ അനലിറ്റിക്കലാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ അനലിറ്റിക്കലിന്റെ പ്രശ്നങ്ങളുണ്ട്. ഡൊമിനന്റ് ആയ ആൾക്കാർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, അവരുടേതായ ഗുണങ്ങളുണ്ട്. ഇതിൽ ഈ പറയുന്ന ഒരു ലീഡറുടെ മിടുക്ക് എന്ന് പറയുന്നത് വ്യത്യസ്ത തരം ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു മഴവില്ലുണ്ടാക്കുന്നതിലാണ് ലീഡറുടെ മിടുക്ക്. ഈ 4 വർണ്ണങ്ങളുണ്ടെങ്കിൽ 4 വർണ്ണങ്ങളോ 7 വർണ്ണങ്ങളോ 8 വർണ്ണങ്ങളോ 1000കണക്കിന് വർണ്ണങ്ങളോ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു മനോഹരമായ പെയിന്റിംഗ് ഉണ്ടാക്കുന്നത് ഒരു ലീഡറുടെ മിടുക്കാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ വളരും തോറും നമ്മൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഒന്നും പുതിയ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരും തോറും, നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മൾ ബേസിക്കുകൾ മറക്കുകയും കോംപ്ലക്സിറ്റികളിൽ നഷ്ടമാകുകയും ചെയ്യും. അവിടെയാണ് അതിന്റെ പ്രശ്നം. ബേസിക്സ് മറന്നു പോകും, അതിന്റെ പുറത്ത് കോംപ്ലക്സ് വിവരങ്ങൾ വരുമ്പോൾ ഈ ബേസിക് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആസ് എ ലീഡർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു യൂസ് എ ഷവൽ ടു ബ്രിങ് അപ്പ് ദീസ് ഓൾ തിങ്സ്. ഈ ക്രിട്ടിക്കലായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫണ്ടമെന്റൽ കാര്യങ്ങൾ ഇടയ്ക്കിടത്തൊന്ന് മുകളിലേക്ക് ഇട്ട് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഇതിന്റെ നമ്മൾ ഇനി ഒരു 15 മിനിറ്റ് കൂടെയാണ് എനിക്കുള്ളത്. ആ ഒരു 15 മിനിറ്റ് സമയം ഹൗ ടു ഹാൻഡിൽ ഇഡിയറ്റ്സ് എന്നുള്ളതും കൂടെ പറഞ്ഞൊന്ന് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി 4 തരത്തിലുള്ള ആൾക്കാരാണ്, അവരോട് അവരുടെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ടീമിനെ നമ്മൾ വേർതിരിച്ചു, നമ്മൾ ടീമിനെ അങ്ങനെ തരംതിരിച്ചു, ഓരോ ആൾക്കാരെയും മനസ്സിലാക്കി അവരുടെ സ്ട്രെങ്ത് അനുസരിച്ച് അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇതിനോടൊപ്പം തന്നെ നമ്മളെ പോലെ അല്ലാത്ത ആൾക്കാരോട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഭിന്നസ്യ ലോകഹ എന്നാണല്ലോ പറയുക. ലോകം എന്ന് പറയുന്നത് ഭിന്നമായ ആൾക്കാരെ കൊണ്ട് അതുള്ളതാണ്, വ്യത്യസ്ത തരം ആൾക്കാരെ കൊണ്ട് അടങ്ങിയിട്ടുള്ളതാണ് ഈ ലോകം. അപ്പൊ നമ്മളെ പോലെ അല്ലാത്ത ആൾക്കാരെ നമ്മൾ മണ്ടന്മാരെന്ന് വിചാരിക്കുന്ന എന്നാൽ ബുദ്ധിയുള്ള നോർമലായ ആൾക്കാരെ ഉപയോഗിച്ച് എങ്ങനെ കാര്യങ്ങൾ നടത്താം എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഫണ്ടമെന്റൽ കാര്യങ്ങളും കൂടെ ഒന്ന് ഞാൻ ഇതൊരു റിഫ്രഷിംഗ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. റോക്കറ്റ് സയൻസേ അല്ല, റിഫ്രഷിംഗ് ആണ്. അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ ആർ ഡിഫറെന്റ്. അവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. ആളുകൾ ഒരുപോലെ അല്ല, ആൾക്കാർ വ്യത്യസ്തരാണ്, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാരും മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഇന്ന് കാണുന്ന നമ്മളല്ല നാളത്തെ നമ്മൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ ടീമിലെ ഓരോ ആൾക്കാരും. ഇത് എനിക്ക് തോന്നുന്നു വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ ആർ ഡിഫറെന്റ് എന്നുള്ളത്. കാരണം
നമ്മൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, നമ്മൾ മനുഷ്യന്മാരോടല്ല യന്ത്രങ്ങളോട് മത്സരിക്കുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സങ്കേതങ്ങൾ ആൾക്കാരുടെ കഴിവുകളിൽ വളരെ വലിയ മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിവുണ്ടാവുന്നതിനേക്കാൾ പ്രധാനമാണ് അറിവ് എവിടെ നിന്ന് കണ്ടുപിടിക്കാമെന്നുള്ളതും അതെങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതും ആളുകളെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇന്നത്തെ ലോകത്തെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള നോളജുകളിൽ ഒന്നാണ് അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ ആർ ഡിഫറെന്റ് എന്നുള്ളത്. വ്യത്യസ്ത ആൾക്കാർക്ക് വ്യത്യസ്ത അഭിരുചികളാണ്, വ്യത്യസ്ത കഴിവുകളാണ്, വ്യത്യസ്ത താല്പര്യങ്ങളാണ്, വ്യത്യസ്ത മനസ്ഥിതിയാണ്. ഇത് മനസ്സിലാക്കി ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെസ് ബോർഡായിട്ട് ലോകത്തെ കണ്ടുകൊണ്ട്, നമ്മുടെ ടീമിനെ കണ്ടുകൊണ്ട് മാനേജ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് വിജയിക്കാൻ കഴിയുക. അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ ആർ ഡിഫറെന്റ്, ബഹുജനം പലവിധം എന്താണല്ലോ നമ്മൾ പറയുക. പണ്ടേ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇതിനൊരു മൈക്രോ കാര്യങ്ങളോട് വരും. അതായത് മാക്രോ കമ്പാർട്ട്മെന്റ്സിന് അപ്പുറത്തേക്ക് ഓരോ ആളും ഒരു ഇൻഡിവിജ്വൽ സാമ്പിൾ പീസ് ആവുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ആൾക്കാരെ ഡീൽ ചെയ്തേ പറ്റും. രണ്ടാമത്, ഷാർപ്പൻ യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നേതാവ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കും. അതായത് പബ്ലിക് സ്പീക്കിംഗ് തൊട്ട് വൺ ടു വൺ ഇന്ററാക്ഷൻ തൊട്ട് മെന്ററിങ് രീതിയിലുള്ള കാര്യങ്ങൾ തൊട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിൽ നമ്മൾ നിരന്തരമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ലോകം മാറുകയാണ്, ആൾക്കാർ മാറുകയാണ്, ആൾക്കാരുടെ നീഡ്സ് മാറുകയാണെന്ന് മനസ്സിലാക്കി ഇവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന, അതായത് കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവുന്നത് സെൻഡർ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ റിസീവർ മെസ്സേജ് റിസീവ് ചെയ്യുകയും സെൻഡർ ഉദ്ദേശിച്ച റെസ്പോൺസ് റിസീവറിൽ നിന്ന് കിട്ടുകയും ചെയ്യുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അല്ലാണ്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ അത് മനസ്സിലാക്കിക്കോളും എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഇതൊരു പലപ്പോഴും എനിക്ക് തോന്നുന്നു വാട്സാപ്പിനേക്ക് ആൾക്കാർ ശല്യമായിട്ട് കാണുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നേതാക്കന്മാര് ഇങ്ങനെ വാട്സാപ്പിൽ ഞാൻ ഇട്ടു അതുകൊണ്ട് എല്ലാവരും കണ്ടോളണം എന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. അത്രയും മൈക്രോ മാനേജ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്സ് നമ്മളുടെ ആൾക്കാരിൽ നിന്ന് വരിക എന്നുള്ള മനസ്സിലാക്കുക. ഓഡിയൻസിനെ മനസ്സിലാക്കി അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റൂ. തമിഴ്നാട്ടിൽ ചെന്ന് മലയാളത്തിൽ നിങ്ങൾ എത്ര വലിയ പ്രസംഗം നടത്തിയാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അവിടെ കിട്ടില്ലല്ലോ. അത് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് ലിസൺ ആൻഡ് ഒബ്സർവ് വെരി കീൻലി. നേതാക്കന്മാരുടെ ഈ കമ്മ്യൂണിക്കേഷനേക്കാൾ പ്രധാനപ്പെട്ട സ്കില്ല് നേതാക്കന്മാർക്ക് ലിസണിങ് ആണ്. അതായത് ആൾക്കാർ പറയുന്നത് എന്താണ്, ആൾക്കാരുടെ മനോഭാവം എന്താണ്, അവരുടെ ട്രെൻഡ് എന്താണ്, അവരെങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നല്ല ശ്രോതാക്കളും നല്ല സൂക്ഷ്മമായി കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ആൾക്കാരുമായി മാറിയേ പറ്റൂ. അങ്ങനെയുള്ള നേതാക്കന്മാരാണ് സക്സസ്ഫുൾ നേതാക്കന്മാരാവുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ലിമിറ്റിനപ്പുറം വിജയിച്ചിട്ടുള്ള ഏത് നേതാവിനെ നോക്കിയാലും അവരെ ആൾക്കാരെ മനസ്സിലാക്കുന്നതിലും ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കുന്നതിലും അത് പ്ലേ ചെയ്യുന്നതിലും ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതായത് ഈ റേ ഡാലിയോ എന്ന് പറയുന്ന ഒരു തിങ്കറെ കുറിച്ച് നിങ്ങൾ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അമേരിക്കയിലെ ഇന്നത്തെ കാലത്ത് ഒരു പ്രമുഖ ഇൻവെസ്റ്ററും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും ഫണ്ട് മാനേജറും ഒക്കെയാണ് റേ ഡാലിയോ. ഒരു ഫിനാൻഷ്യൽ സ്കീമിൽ, ഫിനാൻഷ്യൽ രംഗത്ത് ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രവചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ഇടയ്ക്ക് സീറോദ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഓൺ കമ്മത്ത്, അദ്ദേഹത്തിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ വ്ളോഗ് ഉണ്ട്. അതിൽ അദ്ദേഹം ഈ റേ ഡാലിയോ ആയിട്ട് ഒരു 1.25 മണിക്കൂർ സംസാരിക്കുന്ന ഒരു വീഡിയോ ഇടയ്ക്ക് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അതിൽ റേ ഡാലിയോ ഇന്നത്തെ ലോകം നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന പ്രധാനപ്പെട്ട സ്കില്ലുകളിലൊന്ന് പുള്ളി പറയുന്ന അണ്ടർസ്റ്റാൻഡ് ദ ഗെയിം ആൻഡ് പ്ലേ ദ ഗെയിം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ലോകത്ത് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നത് ലോകം മുഴുവൻ ഒരു വലിയ ഗെയിമാണ്. ആ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഗെയിം നിങ്ങൾ പ്ലേ ചെയ്തേ പറ്റൂ. If it is investment, then you should understand the investment game and you should play it. If it is leadership, you should understand the leadership game and you should play it. എന്താണ് പുതുതായിട്ട് സംഭവിക്കുന്നത്, ഇതിലെ മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ ഗെയിം പ്ലേ ചെയ്യുകയും ആ ഗെയിം കളിക്കുന്നതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുകയും ചെയ്യണം. എന്നാലേ നിങ്ങൾ സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് പറയും. അപ്പോൾ ലിസൺ ആൻഡ് ഒബ്സർവ് കീൻലി. നിങ്ങളുടെ ടീമിലെ ഓരോ അത് ഭയങ്കര ഒരു കീ സ്കില്ലാണ് നല്ലൊരു ലീഡർക്ക്. കഴിവുള്ള ആൾക്കാർ, പ്രശ്നമുള്ള ആൾക്കാർ ഓരോരുത്തരെയും കണ്ടുപിടിച്ചിട്ട് അവരുടെ നീഡ് അനുസരിച്ച് അവരെ വളർത്താൻ പറ്റുക എന്നുള്ളത്. ആൻഡ് ഫോക്കസ് ഓൺ യുവർ റിസൾട്ട്സ്. ആൾക്കാരിൽ ഫോക്കസ് ചെയ്യാണ്ടിരിക്കുക,
റിസൾട്ട്സിൽ ഫോക്കസ് ചെയ്യും. അവൻ എന്ത് ചെയ്തു, അവൻ എങ്ങനെ ചെയ്തു, അവൻ എന്ത് പറഞ്ഞു, അവന്റെ മുഖം എങ്ങനെ ഇരുന്നു, അവൻ കോക്കിരി കുത്തി, അവൻ അങ്ങനെ, ഇതൊന്നും നമുക്ക് റിലവൻ്റ് അല്ല. അവരെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ നിങ്ങളുടെ ഗവേണിംഗ് ഇയർ കഴിയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം. അല്ലാതെ അവൻ അവൻ അന്ന് കോട്ടിടാണ്ട് വന്നു അതുകൊണ്ട് അവനെ പുറത്താക്ക്, ഇങ്ങനെയൊന്നും അല്ല ലോകത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡീൽ ചെയ്യേണ്ടത്. ഫോക്കസ് ഓൺ യുവർ റിസൾട്ട്സ് ആൻഡ് ഇഗ്നോർ ഓൾ ദ അതർ ട്രൈവിയൽ തിങ്സ്. ആ കാര്യങ്ങളെ കുറിച്ചൊന്നും വറി ചെയ്യാണ്ട് നിങ്ങളുടെ റിസൾട്ട്സിൽ ഫോക്കസ് ചെയ്യാം. ആൻഡ് കമ്പാഷൻ ഗോസ് എ ലോങ് വേ. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു നേതാവ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ഇത് പറയുന്നത് ഹെഡ് ആൻഡ് ഹാർട്ട് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയ എന്ന ലേഡിയുടെ പേര് ഞാൻ മറന്നുപോയി, പക്ഷെ അവരുടെ ബുക്കിന്റെ പേര് ഇതാണ്, ഹെഡ് ആൻഡ് ഹാർട്ട് ലീഡർഷിപ്പ് എന്ന് പറയുന്ന രസകരമായ ഒരു പുസ്തകമാണ്. അതായത് നിങ്ങൾക്ക് തലച്ചോറ് ഉപയോഗിച്ചും ലീഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഹൃദയം ഉപയോഗിച്ചും ലീഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾ എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ പറയും സബ്സർവിയന്റ് ലീഡർഷിപ്പ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് സെർവൻ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം. അതായത് അണികളെ മറ്റേ എന്താ പറയുക, സെർവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ അവരെ നയിക്കുക എന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള പലതരം ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ടെങ്കിലും മിക്കവാറും എല്ലാ സ്ഥലത്തും ഇപ്പം മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് വോളണ്ടറി ഓർഗനൈസേഷനുകളിൽ കമ്പാഷനേറ്റ് ലീഡർഷിപ്പാണ്. ആൾക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, നമ്മൾ അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല, ഒന്നുമില്ല, അവരുടെ പോക്കറ്റിലുള്ള പൈസ ചെലവാക്കിക്കൊണ്ടാണ് അവർ ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്. മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഒരുങ്ങിക്കെട്ടി ലോകത്ത് വലിയ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന, അവനവൻ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണല്ലോ നമ്മുടെയൊക്കെ ഓർഗനൈസേഷനിൽ വരുന്നത്. അത്രയും ബെനവലന്റ് ആയിട്ടുള്ള വൈഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. അവരെ നമ്മളാണ് നശിപ്പിച്ച് കളയുന്നത് നമ്മൾ ആലോചിക്കുക. ബി കമ്പാഷനേറ്റ് ആൻഡ് ലീഡ് ദം വിത്ത് കമ്പാഷൻ ആൻഡ് ലേൺ ടു ഫൈൻഡ് ആൻ ഐഡിയൽ ബ്ലെൻഡ് ഓഫ് പീപ്പിൾ. ഒരു നേതാവെന്ന രീതിയിൽ എപ്പോഴും ഡൈവേഴ്സിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുക. പലതരം ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത്. ഡൈവേഴ്സിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങളെപ്പോലുള്ള 100 ആളെ ഉണ്ടാക്കൽ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നിങ്ങളെപ്പോലുള്ള 100 ആൾക്കാരും നിങ്ങളെപ്പോലെ തന്നെയാണ് ചിന്തിക്കുന്നതെങ്കിൽ യു ആർ ലിമിറ്റിംഗ് യുവർ ടീം വിത്ത് യുവർ കേപ്പബിലിറ്റി. നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ ടീമിന് വളരാൻ കഴിയാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ടാണ് പലപ്പോഴും പല ഓർഗനൈസേഷനുകളും നമ്മൾ എപ്പോഴും പറയുക, ഹയർ പീപ്പിൾ സ്മാർട്ടർ ദാൻ യു എന്ന് പറയുക. അതായത് നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരാണ് നിങ്ങൾ ജോലിക്ക് എടുക്കേണ്ടത്. നിങ്ങളെക്കാൾ ബുദ്ധി കുറഞ്ഞ ആൾക്കാരെ നിങ്ങൾ ജോലിക്കെടുത്താൽ ആ ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ നിങ്ങളായിരിക്കും എന്ന് പറയുന്നത് പോലെ ഡൈവേഴ്സിറ്റി, പലതരം ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുക, എല്ലാത്തരം ആൾക്കാരെയും കൊണ്ടുവരിക, എല്ലാത്തരം ആൾക്കാരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ല, ഇങ്ങനത്തെ ഓർഗനൈസേഷനുകളിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മളുടെ എല്ലാ അംഗങ്ങളും പ്രതീക്ഷിക്കുന്നതും അതാണ്. പലതരം ആൾക്കാരെ പരിചയപ്പെടാനും പലതരം ആൾക്കാരുമായിട്ട് ഇടപഴകാനും അവരുടെ ജീവിതം മനസ്സിലാക്കാനും അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കാനും ഒക്കെയാണ് ഓരോരുത്തരും ആലോചിക്കുന്നത്. സോ ലേൺ ഹൗ ടു ഫൈൻഡ് ആൻ ഐഡിയൽ ബ്ലെൻഡ് ഓഫ് പീപ്പിൾ എന്നുള്ളതാണ്. അപ്പൊ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, നോട്ട് എവറി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇസ് സിമിലർ, ബട്ട് ദാറ്റ് ഈസ് വാട്ട് മേക്സ് എ സിംഫണി ബ്യൂട്ടിഫുൾ എന്നുള്ളത്. ഒരു വലിയ സിംഫണിയിൽ 150 ഇൻസ്ട്രുമെന്റ്സ് ആൾക്കാർ വായിക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ 25-30 തരം ഇൻസ്ട്രുമെന്റുകളാണ്. അതിൽ വയലിൻ ഉണ്ട്, അതിൽ ചെല്ലോ ഉണ്ട്, അതില് ഡ്രംസ് ഉണ്ട്, അതില് ഈ വിൻഡ് ഐറ്റംസ്, ഇപ്പോൾ ഫ്ലൂട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, ക്ലാരിനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന പലതരത്തിലുള്ള ചെറിയ സൈഡ് ഡ്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, പല തരത്തിലുള്ള, അതിനിടയ്ക്ക് ഒരു പക്ഷേ ഒരു തബല വായിക്കുന്ന ഒരാളുണ്ടാവും. പലതരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. എല്ലാം ഒരേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അല്ലല്ലോ ഒരു ഓർക്കസ്ട്രയിൽ ഉണ്ടാവുന്നത്. എല്ലാം ഒരുപോലുള്ള ശബ്ദമല്ല ഉണ്ടാക്കുന്നത്, വ്യത്യസ്ത തരം ശബ്ദങ്ങളാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അവയെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മൾ ഒരുമിച്ച് അവരെ കൊണ്ട് പ്ലേ ചെയ്യിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഒരു മനോഹരമായ സിംഫണി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിക്കുക. അപ്പോൾ ഒരു നേതാവെന്ന രീതിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി, നമുക്ക് കിട്ടിയിരിക്കുന്ന വർഷം, നമുക്ക് കിട്ടിയിരിക്കുന്ന ചുമതല ഒരു കണ്ടക്ടറുടെ ചുമതലയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു നമ്മുടെ ചുറ്റുമിരിക്കുന്ന അതിമനോഹരമായ ടാലന്റഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഈ മ്യൂസീഷ്യൻസിനെ എല്ലാം ഉപയോഗിച്ച് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യിപ്പിച്ച് എല്ലാവരുടെയും ബെസ്റ്റ് സാധനം പുറത്തു കൊണ്ടുവന്ന് മനോഹരമായ ഒരു മ്യൂസിക്കൽ ഒരു പെർഫോമൻസ് നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മളുടെ സിംഫണി ലോകത്തിന് തന്നെ വളരെ ഇമ്പകരമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നേതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുകയാണ് ഇവരൊക്കെ മണ്ടന്മാരാണ്, ഇവർക്ക് എന്താ കാര്യങ്ങൾ മനസ്സിലാവാത്തത് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ റൂമിലുള്ള ഏക മണ്ടൻ നമ്മളായിരിക്കാൻ സാധ്യതയുണ്ട്.
എല്ലാവരും നോർമലാണെന്നും എല്ലാവരും അത്യാവശ്യം ബുദ്ധിയുള്ളവരാണെന്നും മനസ്സിലാക്കി അവർ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾക്ക് വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഈ ഒരു ട്രെയിനിങ്ങിന് ഞാൻ ആസ്പദമാക്കിയത് തോമസ് എറിക്സൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് US തിങ്കറാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ സറൗണ്ടഡ് ബൈ ഇഡിയറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു ലീഡർഷിപ്പിൽ ഒരു ലീഡർക്ക് വായിക്കാൻ കൊള്ളാവുന്ന രസമുള്ള ഒരു പുസ്തകമാണ്. ഞാൻ ഒരിക്കലും ഒരു പുസ്തകത്തിലെ മുഴുവൻ കണ്ടന്റ് എടുത്ത് ട്രെയിനിങ് ആക്കാറില്ല. കാരണം അത് ഒരു നമ്മളൊരു സെഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസ്പയർ ചെയ്ത ബുക്ക് പറഞ്ഞാൽ ആൾക്കാർ ആ പുസ്തകം വായിക്കണമെന്നും അവർക്ക് പുതുതായിട്ട് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടാനുണ്ടാവണം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാത്രമാണ് ഞാൻ പുസ്തകങ്ങളെ പരിചയപ്പെടുത്താറുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് ഞാൻ ഈ ഒരു ബുക്കിനെ ബേസ് ചെയ്താണ് ചെയ്തത്. അപ്പോൾ ആ ഒരു തോമസ് എറിക്സണിനോടുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോടുള്ള സ്നേഹം അറിയിച്ചുകൊണ്ടും തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ ട്രെയിനിങ് നിർത്തുകയാണ്. ഈ സെഷൻ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു വണക്കം. താങ്ക് യു സർ, താങ്ക് യു. വെരി ഫാന്റാസ്റ്റിക് ട്രെയിനിങ്. വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയാം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം സാർ പറഞ്ഞതിന് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഈ 4 തരം ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ലീഡർ പ്രാപ്തനാകുക എന്നുള്ളതാണ് ആ ഒരു ലീഡറിന് മുമ്പ് വരുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ഒരു ലീഡർഷിപ്പിൽ മുന്നോട്ട് വരണമെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ്സിനെ ഈ 4 തരത്തിൽ അവരെ 4ആയി കാണാൻ നമ്മൾ മനസ്സിലാക്കണം. 2, എല്ലാവരും പറയും സക്സസിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ശരിയായ ആളിനെ ശരിയായ പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. 10, 12, 10 സ്റ്റാഫുള്ള ഇതിനകത്ത് 10, 100 സ്റ്റാഫുള്ള ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. നമുക്ക് 2 പേര് സ്റ്റാഫേ ഉണ്ടാവുമെങ്കിലും ആൾക്കാരെ അറിഞ്ഞ ആളിനെ കൊണ്ട് ആ പണിയിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് വളരെ സക്സസ്ഫുൾ ആവും. അതിന് പറ്റിയ ഒരു ട്രെയിനിങ് ആയിരുന്നു സാറിൻ്റെത്. നമ്മുടെ ഇതിനകത്ത് ലീഡർഷിപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ലയൺസിന്റെ ലീഡർഷിപ്പിലായാലും നമ്മുടെ നമ്മുടെ സ്വന്തം ജീവിതത്തിലായാലും നമ്മുടെ ബിസിനസ്സിലൊക്കെ ആയാലും ഇത്തരം രീതിയിൽ ആൾക്കാരെ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കി അവരെ ലീഡ് ചെയ്യാനും നമുക്ക് ഈ ട്രെയിനിങ് ഒരുപാട് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും ആ തരത്തിലുള്ള ചിന്തകളായിരിക്കും. ഞാൻ 2 പേർക്ക് അവസരം നൽകാം. ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സാറിനോട് സജഷൻസ് ചോദിക്കാം. പിന്നെ നമ്മുടെ സാർ എല്ലാ ട്രെയിനിങ് പോയിന്റും നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡിംഗ് ശേഷം ഇത് നമ്മൾ 2ാമത് റീപ്ലേ ചെയ്യും. പല ആൾക്കാരും ആ റീപ്ലേ കണ്ടോളാന്ന് വിചാരിച്ചിട്ടാണ് കയറാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എന്തായാലും അത് അവർക്ക് ഇത് ഒരു റെഫറൽ കൂടിയാണ്. വളരെ സന്തോഷം സാർ, സാറിന്റെ വിലപ്പെട്ട സമയം ചിലവഴിച്ച് നമുക്ക് ഈ ട്രെയിനിങ്ങിലേക്ക് വന്ന് നമുക്ക് ഇത്രയും നല്ല ട്രെയിനിങ് തന്നതിന്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അവസരം തരാം. സുനിൽ. സുനിൽജി പറയണം. ഗുഡ് ഈവനിങ്. ആൻ എക്സലന്റ് സെഷൻ നിബു. ഞാൻ നിബുവിന്റെ നേരത്തെ സെഷൻസ് കേട്ടിട്ടുണ്ട്. എനിവേ റെലവന്റ് സബ്ജക്ട്. ഞാൻ ഇതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. വളരെ എന്താ പറയുക, 2 ഡിഫറെന്റ് കാര്യങ്ങൾ. സ്റ്റാർട്ടിങ്ങിൽ ഒരു കാര്യവും അതിന്റെ വിരുദ്ധമായ ഒരു കാര്യം എൻഡിലും പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അതിനെ ഒന്ന് ചോദിക്കുന്നു. പറഞ്ഞു, നമ്മളൊരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റാഫിന് I am giving a clear cut instruction and I am advising him not to use your brain എന്ന് നമ്മളൊരു വളരെ കറക്റ്റാണ്, ഞാനും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. പക്ഷെ ലാസ്റ്റിൽ എന്നിപ്പോ പറഞ്ഞു, യു ഷുഡ് ആൾവേസ് റിക്രൂട്ട് സമ്മൺ മോർ സ്മാർട്ടർ ദാൻ യു. അപ്പൊ ഇത് രണ്ടും തമ്മില് പലപ്പോഴും മാച്ച് ആകാതെ പോകും. അല്ലാതെ അത് എന്റെ ഒരു പാളിച്ച തന്നെയാണ്. അതായത് ഈ പറയുന്ന പോലെ കറക്റ്റ് ആൾക്കാരെ ഹയർ ചെയ്താൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഞാനീ പറഞ്ഞ അങ്ങനെ ഒരാൾ അങ്ങനെ അയാൾ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതെന്റെ ഹയറിങ് ഇഷ്യൂ തന്നെയാണ്. എനിക്ക് കറക്റ്റ് ഈ പറഞ്ഞ പോലെ ഓഫീസ് അസിസ്റ്റൻസിന് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കാരണം എനിക്ക് തോന്നുന്നു ഒരു അക്കൗണ്ടന്റിനെ കിട്ടാൻ എളുപ്പമാണ്, ഓഫീസ് അസിസ്റ്റന്റിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും അതൊരു ഒരുപാട് ആൾക്കാരെ കണ്ടാലും കറക്റ്റ് ആൾക്കാരെ കിട്ടാത്തത് കൊണ്ടാണത്. തീർച്ചയായിട്ടും നല്ല ആൾക്കാരെ ഹയർ ചെയ്യണം. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബിസിനസ്സിൽ ഞങ്ങൾക്ക് വേണ്ടത് ആർട്ടിസ്റ്റുകളെ, അതേപോലെ റൈറ്റർമാരെ, ആ സ്ഥലത്തൊക്കെയാണ് ഞങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരെ നോക്കി തപ്പിപ്പിടിച്ച് നല്ല സാലറി കൊടുത്ത് ഹയർ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു പൊസിഷനിൽ ചില കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും അത് തീർച്ചയായിട്ടും അത് കോൺട്രാഡിക്ടറി ആണ്. തീർച്ചയായിട്ടും അത് എൻ്റെ ഒരു മോശം ഡിസിഷൻ തന്നെയാണ്. പക്ഷെ കറക്റ്റ് ആളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിസിഷൻ മാറ്റാൻ പറ്റും. ആളെ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് സുനിൽ സാർ. ഓക്കെ, ഗുഡ്, താങ്ക് യു. ഞാൻ പറയുന്നത് അവിടെ നമ്മൾ ഒരു ബാലൻസിങ് ആക്ട് ആണ് ഇവിടെ എപ്പോഴും പ്രാക്ടിക്കലി പോസിബിൾ.
അതെ അതെ അല്ല അത് നമ്മൾ പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുക സാർ. ഇത് നമുക്കും അറിയാലോ. അതായത് ഞാനിപ്പോ അവനോട് ബുദ്ധി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധി അത്ര പോരാന്ന് എൻ്റെ ഒരു ജഡ്ജ്മെന്റ് ആണ്, വിച്ച് ഈസ് എ റോങ് തിങ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു തന്നെ നമ്മൾ അത് ഡീൽ ചെയ്യണം. ഞാനിത് പല സ്ഥലത്തും ഇത് പറയുന്നത് ഒരു 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 പക്ഷേ എൻ്റെ ഒരു കുമ്പസാരം കൂടിയാണ്. അതായത് ഞാൻ അങ്ങനെ ആൾക്കാരോട് ചെയ്തിട്ടുണ്ട്, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള, അങ്ങനെ 10 തവണ പറയുമ്പോഴെങ്കിലും ഞാൻ നന്നാവൂലോ. അതായത് നമ്മളിപ്പോഴും പറയും ട്രെയിനിങ് കൊണ്ട് ഏറ്റവും ഗുണമുള്ളത് ട്രെയിനർക്കാണ്. 10 തവണ ഇത് പറയുമ്പോൾ അയാൾ നന്നാവും. ഓഡിയൻസ് ചിലപ്പോൾ കേൾക്കും, ചിലപ്പോൾ കേൾക്കില്ല, ചിലപ്പോൾ അംഗീകരിക്കും, ചിലപ്പോൾ അംഗീകരിക്കില്ല. എനിക്ക് നന്നാവാൻ കൂടി വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഓക്കെ സർ, വേറെ ആർക്കെങ്കിലും? ആരെങ്കിലും ഒന്നും പറയുന്നില്ലെങ്കിൽ നമുക്ക് നേരെ ഓട്ടോ ടാങ്ക്സിലേക്ക് കിടക്കാൻ. കാര്യം നമ്മള് ഇപ്പൊ തന്നെ 20:20 ഫസലുദ്ദീൻ സാർ. നമസ്കാരം. ബഹുമാനനായ അധ്യക്ഷൻ GLD കോർഡിനേറ്റർ ലയൻ കബീർദാസ്, 2023-24 DJ ആയിരുന്ന PMJF ലയൻ അജയ് കുമാർ സാർ, ഫ്രീലാൻഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനർ ആൻഡ് മെന്റർ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി, ഇന്നത്തെ ട്രെയിനിങ് നയിച്ച നന്ദി. അതുപോലെ തന്നെ 26ാമത്തെ ആഴ്ചയിലും ഈ പ്രോഗ്രാം വ്യത്യസ്തനായ ഒരു ട്രെയിനറെ കൊണ്ടുവന്ന് വന്ന നമ്മുടെ ഇതിന്റെ GLT കോർഡിനേറ്റർ, ഇതിന്റെ മാസ്റ്റർ, നമ്മുടെ ലയൻ കബീർദാസ് സാർ, അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്ത നമ്മുടെ അജയ് കുമാർ സാർ, അദ്ദേഹം PDG ആണ്, അദ്ദേഹത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ചീഫ് ഗസ്റ്റിനെ പരിചയപ്പെടുത്തിയ ലയൻ നമ്മുടെ LR ജയരാജ്, അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ഇതിൽ പങ്കെടുത്ത് സഹകരിക്കുന്ന എല്ലാ ലയൻ അംഗങ്ങൾക്കും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സായാഹ്നം ഇത്ര ധന്യമാക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഫസിൽ സർ, ഈ പ്രോഗ്രാമിലേക്ക് നന്ദി അറിയിച്ച താങ്കൾക്കും നമ്മുടെ പ്രോഗ്രാമിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. ഗുഡ് നൈറ്റ്. Nevu sir, especially good night for you. Thank you. Good night. Good night, sir. Good night.